योऽन्तः प्रविश्य मम वाचमिमाम् प्रसुप्ताम् सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. அழித்தெழுந்த தன்மையானந்தருக்கு என்னை உளதொன்று இயற்றுதற்கு தன்னையலாது அந்நியமொன்றும் அறியார் அவர் நிலைமை இன்னதென்று உன்னல் எவன். அஹம் கிருதிம் யோ லசதி கிரசித்வாம் கிம் தஸ்ய காரியம் பரிசிஷ்டமஸ்தி கிஞ்சித் விஜானாதி ச ந ஆத்மனஹ அன்யத் തസ്യ സ്ഥിതിം ഭാവയിതും ക്ഷമഃ. ഇതാണ് ഇന്നലെ കണ്ട ശ്ലോകം. അടുത്ത ശ്ലോകം ആഹസ്ഫുടം തത്വമസീതി വേദഃ തഥാപി അസംപ്രാപ്യ പരാത്മനിഷ്ഠാം ഭൂയോ വിചാരഃ മതിദുർബലത്വം തത്സർവഥാ സ്വാത്മതയാ ഹി ഭാതി. തത്സർവദാ സ്വാത്മതയാ ഹി ഭാതി. அதுநீ என்றம்மறைகள் ஆர்த்திடவும் தன்னை எதுவென்று தான் தேர்ந்திராது அது நான் இதுவன்றென்று எண்ணல் உரனின்மையினால் என்றும் அதுவே தானாய் അമർവതാൽ. വേദത്തിന്റെ മുഴുവൻ സാരം, രമണ മഹർഷിയുടെ ഉപദേശവും എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ തത്വമസി, അത്രയേ ഉള്ളൂ. അത് നീ എന്ന് അമ്മറൈകൾ ആർത്തിടവും തന്നെ. മറൈ എന്ന് വെച്ചാൽ വേദം എന്നർത്ഥം. വേദം അത് നീ എന്ന്, നീ അന്വേഷിക്കുന്ന ആ പരമസത്യം ബ്രഹ്മം നീ തന്നെ എന്ന് ആർത്തിടവും ഘോഷിച്ചിട്ട് ആഹസ്ഫുടം തത്വമസീതി വേദ, സ്ഫുടമായും വേദം തത്വമസി എന്ന് പറഞ്ഞു. എങ്ങനെ? ഒരു പ്രാവശ്യമല്ല, 9 പ്രാവശ്യം പറഞ്ഞു. നവകൃത്വ ഉപദേശ. ചാന്തോക്യത്തിൽ 9 പ്രാവശ്യം തത്വമസി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഉപദേശവും വേദം ഇങ്ങനെ 9 പ്രാവശ്യം ചെയ്തിട്ടില്ല. തത്വമസി ശ്വേതകേതോ എന്ന് 9 പ്രാവശ്യം പറഞ്ഞു. മഹർഷിയുടെ ഉപദേശം ഞാനാര് എന്നുള്ള വിചാരമല്ല, വാസ്തവത്തിൽ തത്വമസി എന്നുള്ളതാണ്. അതിനെന്താ തെളിവ് എന്ന് വെച്ചാൽ ഈ ശ്ലോകം തന്നെ തെളിവ്. ആഹസ്ഫുടം തത്വമസി ഇതി വേദ. തത്വമസി എന്ന് പറയുന്നു, ഉപനിഷത്ത് പറയുന്നു, മഹാത്മാക്കൾ പറയുന്നു, ഋഷികൾ പറയുന്നു. അപ്പോ ശങ്കരാചാര്യർ പറയുന്നു, രമണ മഹർഷി പറയുന്നു, നീ ആ സത്യമാണ്. അപ്പൊ നമ്മളുടെ പ്രതികരണം എന്താ? സപ്പോസ് നിങ്ങൾ രമണ മഹർഷിയുടെ മുമ്പിലിരിക്കുന്നു, അല്ലെങ്കിൽ സാക്ഷാത് ആദിശങ്കരന്റെ മുമ്പിലിരിക്കുന്നു, സാക്ഷാത് ശ്രീപരമേശ്വരന്റെ മുമ്പിലിരിക്കുന്നു എന്ന് വെച്ചോളാം. നിങ്ങൾക്ക് വാസ്തവത്തിൽ വിനയമുണ്ടെങ്കിൽ, ഭക്തിയും ആദരവും നിങ്ങളുടെ വാസ്തവമാണെങ്കിൽ, എന്നേക്കാളും കൂടുതൽ എന്നെക്കുറിച്ച് ഈശ്വരന് അറിയാം, ഗുരുവിന് അറിയാം എന്ന ഭാവമെങ്കിലും ഉണ്ടെങ്കിൽ, ആ ഗുരു തത്വമസി എന്ന് പറയുമ്പോ
എന്ത് ചെയ്യണം? ആ സമയത്തിൽ അത് അനുഭവിക്കണം. അതാണ് യഥാർത്ഥ വിനയത്തിന്റെയോ ആദരവിന്റെയോ ലക്ഷണം. അത് അങ്ങക്ക് പറയാം, പക്ഷെ ഞാൻ എന്നാലും ഈ പറയണത് ആരാ? അവിടെയാണ് ഞാൻ ആരെ വിചാരം വേണ്ടി വരുന്നത്. അതായത് ഗുരുവിന്റെ വാക്യത്തിനും എന്റെ ഉള്ളിലുള്ള സത്യത്തിനും എടങ്കൂറായിട്ട് നടുവില് ഒരാള് പൊന്തണമല്ലോ, ആ പൊന്തുമ്പോഴാണ് ഈ ഞാനാരെന്ന് ചോദിക്കണം. ഭഗവാനെ പറഞ്ഞാൽ പോലും എന്നെ സ്വീകരിക്കാൻ സമ്മതിക്കാതെ തള്ളിപ്പുറപ്പെടും അഹന്ത കൊണ്ട് കൊല്ലുന്നു നീ ചിലരെ നാരായണായ നമഃ. ആ തള്ളിപ്പുറപ്പെടും അഹന്ത, അതെവിടുന്ന് തള്ളിപ്പുറപ്പെടുന്നു? നമുക്ക് അത്രയൊക്കെ വേദത്തിനോടോ ഉപനിഷത്തിനോടോ മഹാത്മാക്കളോടോ ഭക്തി ഉണ്ടെങ്കിൽ ഈ ഒരു വാക്യം കേൾക്കുമ്പോ തന്നെ ജ്ഞാനം ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ശങ്കരാചാര്യർ ഒരിടത്ത് പറഞ്ഞു, ഈ ലോകത്തിനെ കൊണ്ട് തോറ്റു. എന്താന്ന് വെച്ചാൽ അദ്യ അഷ്ടമീതി നവമീതി ചതുർദശീതി ജ്യോതിഷ്കവാചേ ഉപവസന്തി ഭക്ത്യാ ശ്രുതേഹേ തു അഹോ തത്വമസീതി വാക്യം ന വിശ്വസന്തി അദ്ഭുതമേതദേവ. വേദത്തിൽ പ്രമുഖശ്രുതി ദുർബലശ്രുതി എന്നൊക്കെ ഉണ്ട്. അതായത് ഏറ്റവും പ്രാമുഖ്യം ഉപനിഷത്തിനാണ്. രണ്ടാമതായിട്ടുള്ള പ്രാമുഖ്യം സംസ്കാരങ്ങളെ പറയുന്ന കർമ്മകാണ്ഡ വേദഭാഗത്തിനാണ്. പിന്നെയൊക്കെ ചോട്ടിൽ വന്നിട്ടാണ് നമ്മളുടെ പൗരാണികമായ ഭാവങ്ങളൊക്കെ. നമ്മള് ഏറ്റവും പ്രബലമായ ശ്രുതിക്ക് ബലം കൊടുക്കാതെ ഇന്ന് അഷ്ടമിയാണ്, ചതുർദശിയാണ്, അതിന് ഇന്നതൊക്കെ ചെയ്താൽ എന്ന് പറഞ്ഞ് നമ്മളുടെ ജ്യോതിഷ പുസ്തകത്തിലും മറ്റും മാസികയിലും മറ്റുമൊക്കെ വന്നാൽ അതൊക്കെ ചെയ്യും. ഇപ്പോഴൊക്കെ അതിനൊക്കെ നല്ല ചെലവാണ്. ജ്യോതിഷ്കവാദേ ഉപവസന്തി ഭക്ത്യ. 10 പേരിൽ 8 പേര് ജ്യോതിഷികളാണിപ്പോ. എന്താന്ന് വെച്ചാൽ അതിൽ കൂടുതൽ വിശ്വാസമാണ്. പഠിക്കണമുണ്ട്, ആളുകൾ മെനക്കെട്ട് പഠിക്കണമുണ്ട്. ജ്യോതിശാസ്ത്രം വേദാംഗമാണ്, അല്ലാതെ നമ്മളുടെ ജീവിത കാര്യങ്ങളിലേക്ക് പറയാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. പോട്ടെ, അതിനെക്കുറിച്ചല്ല നമ്മളുടെ ചർച്ച. ശങ്കരാചാര്യരുടെ വാക്യമാണ് ഇവിടെ ചർച്ച. മഹാവാക്യദർപ്പണം എന്ന കൃതിയിൽ ആചാര്യസ്വാമികളുടെ വാക്യം. ഇന്ന് അഷ്ടമി ചതുർദശി എന്നൊക്കെ ജ്യോതിഷൻ പറയുന്നതിൽ ഇത്ര വിശ്വാസം വരുന്നുവല്ലോ. ശ്രുതേഹേ, ശ്രുതിമാതാവ് തത്വമസി എന്ന് ഗർജിക്കുന്നു. അതിനെ എന്തുകൊണ്ട് വിശ്വസിച്ച്, അനുഭവം വന്നിട്ടില്ലെങ്കിൽ പോലും വിശ്വസിച്ച് അതിനെ കണ്ടെത്താൻ എന്തുകൊണ്ട് പരിശ്രമിച്ചുകൂടാ എന്നാണ് ശങ്കരാചാര്യർ ചോദിക്കുന്നത്. അപ്പോ ഇവിടെ ഭഗവാനും പറയുന്നത് അതാണ്, ആഹസ്ഫുടം തത്വമസീതി വേദ. വേദം വളരെ തെളിവായിട്ട് നീ തന്നെ ആ പൂർണ്ണ വസ്തു എന്ന് പറഞ്ഞു. ആ പറയുന്നത് നമ്മളുടെ അഹങ്കാരത്തിൽ ഏശാൻ വേണ്ടിയിട്ടല്ല, നല്ലവണ്ണം സൂക്ഷിക്കണം. തത്വമസി എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മമാണ് എന്ന് പറയാനല്ല. ഗുരുവോ ഭഗവാനോ വേദമോ നമ്മളുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന സത്യത്തിനെ ചൂണ്ടിക്കാണിച്ചു തരുമ്പോ ഒന്നിൽ ആ ക്ഷണത്തിൽ തന്നെ അനുഭവിക്കണം, അല്ലെങ്കിൽ വിചാരം കൊണ്ട് തെളിഞ്ഞ് കാണാൻ ശ്രമിക്കണം. കോയമ്പത്തൂരിൽ ഒരിക്കൽ പ്രഭാഷണം ചെയ്യുമ്പോൾ ഒരു കൂലിപ്പണിക്കാരൻ, ഒരു ചെറുപ്പക്കാരൻ കാര്യമായി എന്തോ ആന്തരികമായ ഒരു അനുഭൂതി ഉണ്ടായിട്ടുണ്ട്. വളരെ കൃതാർത്ഥതയോടുകൂടെ ആ ചെറുപ്പക്കാരൻ പ്രഭാഷണം കഴിഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് ഭഗവാൻ വലിയ അനുഗ്രഹം ചെയ്തു. 5 വർഷം മുമ്പ് ഏതോ സിദ്ധന്റെ സമാധി സ്ഥലത്തിൽ ചെന്നു. അവിടെ ബോർഡില് നീയേ കടവുൾ എന്ന് എഴുതിയിട്ടിരുന്നു. ഈശ്വരൻ അഥവാ പൂർണ്ണ വസ്തു നീ തന്നെ എന്ന് എഴുതിയിട്ടിരുന്നു. അപ്പൊ ഞാനത് വായിച്ചിട്ട്
അതെങ്ങനെ സാധിക്കും? ഞാൻ കൂലിപ്പണിക്കാരനാണ്, പാടത്തിൽ പണിയെടുക്കുന്നു. മഴ പെയ്താലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നേരെ അതിവൃഷ്ടി ഉണ്ടായാലും അനാവൃഷ്ടി ഉണ്ടായാലും എനിക്ക് അപകടമാണ്. എല്ലാം ഞാൻ പ്രകൃതിയെ ആശ്രയിച്ച് നിൽക്കുന്നു. കൂലി കിട്ടിയാലേ ജീവിക്കാൻ പറ്റുള്ളൂ. ശരീരത്തിൽ വ്യാധി മറ്റുമൊക്കെ വന്നാൽ ഞാൻ വിഷമിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഞാൻ എങ്ങനെ ഈശ്വര സത്യമായിട്ട് ആവാൻ തീരും? പക്ഷേ ആ കൂലിക്കാരന് പഠിപ്പറിവുള്ള ആളെക്കാളും ബുദ്ധിയുണ്ട്. പഠിപ്പ് നമ്മളുടെ ബുദ്ധിയെ കേടുവരുത്തും. എന്നുവെച്ചാൽ ശുദ്ധബുദ്ധിയെ കേടുവരുത്തും. അതിൽ സംശയമൊന്നുമില്ല. അതുപോലെ നമുക്ക് പഠിപ്പ് വേണ്ടാൻ വയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് പറ്റില്ല. അത് പല കാര്യങ്ങൾ, സിഗരറ്റ് വലിക്കുകയും മദ്യപാനം ചെയ്യുകയും ചെയ്യുന്ന പോലെ അതും ഒരു അഡിക്ഷനാണ്. ഇന്റലക്ച്വൽ ഓപിയം ഈറ്റിംഗ് എന്ന് വിവേകാനന്ദൻ ഒരിടത്ത് പറഞ്ഞു. അത് പോട്ടെ. അപ്പോ എന്തുകൊണ്ട് പറയുന്നു വെച്ചാൽ ആ സദസ്സിൽ തന്നെ മറ്റൊരു ചെറുപ്പക്കാരൻ വല്ലാതെ വാദിക്കുകയായിരുന്നു. പ്രഭുപാദർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മാധ്വാചാര്യർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഭയങ്കരമായ വാദം. ആ ചെറുപ്പക്കാരന് അറഗൻസാണ്, സത്യത്തിനെ കാണാനുള്ള ജിജ്ഞാസയില്ല. പക്ഷെ ഈ കൂലിപ്പണിക്കാരൻ അദ്ദേഹത്തിന് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ കണ്ടപ്പോ, നീ തന്നെ ഈശ്വരൻ എന്ന് കണ്ടപ്പോ, ശുദ്ധബുദ്ധിയുടെ ലക്ഷണം എന്താന്ന് വെച്ചാൽ ആ കൂലിപ്പണിക്കാരൻ പറയാണ്, ആ പറഞ്ഞിരിക്കുന്നത് ഒരു മഹാത്മാവാണ്, അദ്ദേഹത്തിന് തെറ്റുപറ്റില്ല. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, അത് എന്റെ കുഴപ്പമാണ്. ഈ സത്യത്തിനെ എനിക്ക് മനസ്സിലാക്കി തരുന്നവരെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് 5 വർഷമായി ഒരു നിഷ്ഠയോടുകൂടെ ആ സിദ്ധന്റെ സമാധിയിൽ ചെന്നിരിക്കുകയാണ്. ഇതാണ് ശുദ്ധബുദ്ധിയുടെ ലക്ഷണം. നമുക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെന്റ് പരസ്പരം കോൺട്രഡിക്ടറിയായി എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ആ കോൺട്രഡിക്ഷൻ നമ്മൾ തീരുമാനിക്കാൻ പാടില്ല. ഒരു മഹാത്മാവ് ഒന്ന് പറഞ്ഞു, മറ്റൊരു മഹാത്മാവ് മറ്റൊന്ന് പറഞ്ഞുവെങ്കിൽ, രണ്ടുപേരും മഹാത്മാക്കളാണെങ്കിൽ, വിശിഷ്ടാദ്വൈതം, ദ്വൈതം, അദ്വൈതം ഇത് തമ്മിലുള്ള തർക്കമൊക്കെ മഹാത്മാക്കൾ തീർക്കുന്നത് അങ്ങനെയാണ്. എങ്ങനെ തീർക്കും എന്ന് വെച്ചാൽ, ജ്ഞാനത്തിന് ഭഗവാൻ ചില ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു. ജ്ഞാനം എന്ന് വെച്ചാൽ പഠിപ്പല്ല. ഗീതയിൽ ചില ലക്ഷണങ്ങളൊക്കെ നമ്മൾ കണ്ടു. അമാനിത്വം, അദംബിത്വം, അഹിംസ, ശാന്തി, ആർജവം എന്നുള്ളതൊക്കെയാണ് ലക്ഷണം. ഈ ലക്ഷണം രാമാനുജനിലും ഉണ്ട്, ഈ ലക്ഷണം മാധവനിലും ഉണ്ട്, ഈ ലക്ഷണം ശങ്കരനിലും ഉണ്ട്. പക്ഷെ ഇവർ ബുദ്ധി കൊണ്ട് പറയുന്ന സിദ്ധാന്തത്തിലാണ് വ്യത്യാസം കാണുന്നത്. നമ്മൾ കേവലം അദ്വൈത പരമ്പരയിൽ വന്നു എന്നുള്ളത് കൊണ്ടോ, ദ്വൈത പരമ്പരയിൽ വന്നു എന്നുള്ളത് കൊണ്ടോ, വിശിഷ്ടാദ്വൈത പരമ്പരയിൽ വന്നു എന്നുള്ളത് കൊണ്ടോ, ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ പരമ്പരയാണ് സത്യം എന്ന് പറഞ്ഞ് പരസ്പരം ശണ്ട കൂടുന്നതാണ് ലോകത്തില്. അതിനു പകരം മഹാത്മാക്കൾ പരസ്പരം വിരുദ്ധമായി വല്ലതും പറയുന്നുണ്ടെങ്കിൽ രണ്ടുപേരും മഹാത്മാക്കളായതുകൊണ്ട് ഈ വൈരുദ്ധ്യത്തിൽ 2 പക്ഷവും പിടിക്കാതെ രണ്ടും 2 തലത്തിലാണെന്ന് അറിഞ്ഞുകൊള്ളണം. രണ്ടും 2 മണ്ഡലത്തിലാണെന്ന് അറിഞ്ഞുകൊള്ളണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചാൽ ആ മഹാത്മാക്കൾ വിമുക്തരാവും, നമ്മൾ ബന്ധത്തിൽ കുടുങ്ങും. നമ്മൾ ഏത് അനുഭൂതി മണ്ഡലത്തിലിരിക്കുന്നു ആ അനുഭൂതി മണ്ഡലം നമുക്ക് ശരി. പക്ഷേ പാരമാർത്ഥികമായ ഒരു അനുഭൂതി മണ്ഡലം ഉണ്ട്. ആ അനുഭൂതി മണ്ഡലത്തിനെയാണ് തത്വമസി എന്ന് വേദം പറയുന്നത്. നീ തന്നെ ആ വസ്തു. അപ്പൊ ഞാൻ തന്നെ ആ വസ്തു എന്ന് പറഞ്ഞാൽ ആ വസ്തുവിനെ ഞാൻ അനുഭവിക്കണം, ഞാനാണെന്ന് അറിയണം. എങ്ങനെ അറിയും? കേൾക്കുമ്പോ തന്നെ അനുഭവിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത് ഇവിടെ. തഥാപി അസംപ്രാപ്യ പരാത്മനിഷ്ഠാം. കേൾക്കുമ്പോ തന്നെ പരമാത്മനിഷ്ഠ ഉണ്ടാകാതെ വീണ്ടും ഞാൻ അതാണ്, ഞാൻ ഇതല്ല, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുകയാണെങ്കിൽ മതി ദുർബലത്വം. ബുദ്ധിക്ക് ദൗർബല്യമുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വിചാരിക്കുന്നത്. കേൾക്കണ ക്ഷണത്തിൽ കണ്ണുടയ വള്ളലാറുടെ അടുത്ത് പറയണ്ട്, ഗുരു അതു നീ എന്ന് ഉപദേശിച്ചു, തിരിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞു. അത്രേ കഴിഞ്ഞു എന്നാണ്.
അത് നീ എன்ற അമ്മറൈകൾ ആർത്തിടവും തന്നെ. ആ ഉപനിഷത്ത് ഉറക്കെ വിളിച്ചു പറയുന്നു, നീ തന്നെ ആ സത്യം എന്ന് പറയുമ്പോ താൻ അതാണെന്ന് അനുഭവിച്ചിരിക്കാതെ വീണ്ടും അതുവാണ് ഇതല്ല എന്നൊക്കെ ഇന്റലക്ച്വൽ ജിംനാസ്റ്റിക്സ് കാണിക്കുന്നത് ദൗർബല്യമാണ്. എപ്പോഴും ബ്രഹ്മം അഥവാ ഭഗവാൻ സർവദാ സ്വാത്മതയാഹി ഭാതി, നമ്മളിൽ സ്വാത്മാവായി ഉണർവായി താനായി നമ്മളുടെ സെന്ററായിട്ട് നമ്മളിൽ ആ മഹാവിഭൂതി ഭഗവാൻ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നില്ല, അത്രയേ ഉള്ളൂ, അനുഭവിക്കണില്ല. അത് അനുഭവിക്കാൻ ജെനുവിനായിട്ട് സിൻസിയറായിട്ട് ആത്മവിചാരത്തിനെ തുടരണം. അത് നീ എന്ന് പറയുമ്പോ ആ ഞാൻ എന്താണ് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഗുരു ഉദ്ദേശിച്ച ആ ഞാൻ ഈ ഞാനല്ല, അല്പമായ ഞാനല്ല, ക്ഷുദ്രമായ ഞാനല്ല, പിന്നെയോ പൂർണ്ണവസ്തുവാണ്. ചിലപ്പോ അത് നീ എന്ന് ഗുരു ഉപദേശിക്കും, ചിലപ്പോ ഗുരു നീ ആരാണ് എന്ന് ചോദിക്കും. ഇതൊക്കെ ദീക്ഷയാണ്. ശങ്കരാചാര്യരെ കണ്ടപ്പോ ഗോവിന്ദ ഭഗവത്പാദർ ചോദിച്ചു, കുഞ്ഞേ നീ ആരാണ്? കസ്ത്വം ബാല മമ ഹൃദി രതിഹി കാചിദാനന്ദമൂർച്ഛ. തന്നെ കാണുമ്പോ എനിക്ക് ആനന്ദം ഉണ്ടാവുന്നു, നീ ആരാണ് കുഞ്ഞേ എന്ന് ചോദിച്ചതും ശങ്കരൻ ഒരു ക്ഷണം പോലും ആലോചിക്കാതെ പറഞ്ഞു അത്രേ, ന ഭൂമിർന തോയം ന തേജോ ന വായു ന ഖം നേന്ദ്രിയം വാ ന തേഷാം സമൂഹഃ അനൈകാന്തികത്വാത് സുഷുപ്ത്യേകസിദ്ധസ്തദേകോ വശിഷ്ടഃ ശിവഃ കേവലോഹം ന മാതാ പിതാ വാ ന ദേവാ ന ലോകാഃ ന വേദാ ന യജ്ഞാ ന തീർത്ഥം ബ്രുവന്തി സുഷുപ്തൗ നിരസ്താദിശൂന്യാത്മകത്വാത് തദേകോ വശിഷ്ടഃ ശിവഃ കേവലോഹം ന വർണ്ണാ ന വർണ്ണാശ്രമാചാരധർമാഃ ന മേ ധാരണാധ്യാനയോഗാദയോപി അനാത്മാശ്രയോഹം മമാധ്യാസഹാനാത് തദേകോ വശിഷ്ടഃ ശിവഃ കേവലോഹം ന സാഖ്യം ന ശൈവം ന തത്പാഞ്ചരാത്രം ന ജൈനം ന മീമാംസകാദേർമതം വാ വിശിഷ്ടാനുഭൂത്യാ വിശുദ്ധാത്മകത്വാത് തദേകോ വശിഷ്ടഃ ശിവഃ കേവലോഹം. 10 ശ്ലോകം, ദശശ്ലോകി എന്നു പേര്. ഇത് 8 വയസ്സിൽ ശങ്കരൻ ഗോവിന്ദ ഭഗവത്പാദരോട് ചൊല്ലിയതാണ്. 32ാമത്തെ വയസ്സിലും ആ ഫിലോസഫി ഒന്നും മാറിയിട്ടില്ല. 32ാമത്തെ വയസ്സിൽ മഹാസമാധിക്ക് മുമ്പ് പത്മപാദാചാര്യർ അദ്വൈതത്തിനെ ചുരുക്കി ഉപദേശിക്കാൻ പറയുമ്പോ 8 വയസ്സിൽ താൻ തന്റെ ഗുരുവിന്റെ മുമ്പിൽ എന്താണോ ചൊല്ലിയത് അത് തന്നെ വീണ്ടും എടുത്തു ചൊല്ലുകയാണ്. അതേ ദശശ്ലോകിയാണ് ഉപദേശിക്കുന്നത്. അപ്പോ സിദ്ധാന്തത്തിൽ മാറ്റമില്ല. നീ ആരാണ് കുഞ്ഞെ എന്ന് ചോദിച്ചതും പഞ്ചഭൂതാത്മകമായ ശരീരം ഞാൻ അല്ല, ന ഭൂമിഹി ന തോയം ന തേജഃ ന വായു ന ഖം ന ഇന്ദ്രിയം ന തേഷാം സമൂഹഃ, ഇതൊക്കെ കൂടെ കൂടിച്ചേർന്നതും ഞാനല്ല. അനൈകാന്തികത്വാത് സുഷുപ്ത്യേകസിദ്ധഃ, ഇതൊക്കെ അനൈകാന്തികമാണ്, ഏകാന്തികമല്ല. എന്നുവെച്ചാൽ ഇതൊക്കെ മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. പഞ്ചഭൂതങ്ങൾ പരിണമിക്കുന്നു, ഇന്ദ്രിയങ്ങൾ പരിണമിക്കുന്നു. പക്ഷേ സുഷുപ്തി അവസ്ഥയിൽ പോലും പരിണമിക്കാതെ ശരീരവും മനസ്സുമില്ലാത്ത സുഷുപ്തിയിലും സിദ്ധമായിട്ടുള്ള അവശേഷിക്കുന്ന ശിവം ആണ് ഞാൻ. ആരുടെ പുത്രനാണ് ഞാൻ? ആരുടെയും പുത്രനല്ല. എനിക്ക് അമ്മയില്ല, അച്ഛനില്ല. ഞാൻ ആരുടെയും അമ്മയോ അച്ഛനോ അല്ല. ന മാതാ പിതാ വാ ന ദേവാഃ ന ലോകാഃ ന വേദാഃ ന യജ്ഞാഃ ന തീർത്ഥം ബ്രുവന്തി. ഇതൊന്നും ഞാനല്ല. ഇതൊക്കെ ശരീരത്തിനെ സംബന്ധിച്ചുള്ളതാണ്. ശരീരമാണ് അച്ഛനോ അമ്മയോ, ശരീരമാണ് പുരുഷനോ സ്ത്രീയോ ഒക്കെ ആകുന്നത്. ഓരോരിക്കൽ നമ്മൾ ഞാൻ അച്ഛനാണെന്നും ഞാൻ അമ്മയാണെന്നും
ഞാൻ ബ്രാഹ്മണനാണ്, അതൊക്കെ ഉണ്ടാവട്ടെ. അതൊക്കെ പ്രാരബ്ധത്തിനനുസരിച്ച് ശരീരത്തിൽ ലോകത്തിൽ എന്തൊക്കെയോ മാജിക് കാണും. പക്ഷെ അതിൽ താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ഞാൻ ഇന്നതാണ് ഇന്നതാണ് ഇന്നതാണെന്ന് പറയുന്നത് ഓരോന്നും പാപമാണ്. ആ ക്ഷണമൊക്കെ തന്നെ നമ്മള് ബ്രഹ്മഹത്യ ചെയ്യാണ്. ഓരോന്നിനോട് താതാത്മ്യം പ്രാപിക്കുമ്പോഴും നമ്മൾ ബ്രഹ്മഹത്യ ചെയ്യാണ്. ആത്മഹാവാകാണ്, നമ്മൾ ആത്മഹത്യ ചെയ്യാണ്. എന്നുവെച്ചാൽ ശരീരത്തിനോട് താതാത്മ്യം പ്രാപിക്കുകയാണ്. അതൊക്കെ ലോകത്തിൽ ഇരിക്കുമ്പോഴും ഒന്നിനോടും താതാത്മ്യമില്ലാതെ ഇരിക്കലാണ് ബ്രഹ്മഹത്യക്ക് പ്രായശ്ചിത്തം. അപ്പോ ഞാൻ ന മാതാ പിതാവാന ദേവാന ലോകാഹന വേദാന യജ്ഞാന തീർത്ഥം ബ്രുവന്തി, ഇതൊന്നും ഞാനല്ല. തദേകോവശിഷ്ട ശിവ കേവലോഹം. അതുപോലെ ന വർണ്ണാഹം ന വർണ്ണാശ്രമാചാരധർമാഹം, ഞാൻ ബ്രാഹ്മണാദി വർണ്ണങ്ങളല്ല, എനിക്ക് വർണ്ണാശ്രമ ധർമ്മങ്ങളില്ല. എന്ന് വെച്ചാൽ ഒക്കെ ഉപേക്ഷിച്ചു എന്നാണോ അർത്ഥം? സന്യാസിയായതുകൊണ്ട് അങ്ങനെ പറയാണോ? അങ്ങനെയല്ല. വർണ്ണമോ വർണ്ണാശ്രമാചാര ധർമ്മമോ ശരീരത്തിനുണ്ടായിക്കോട്ടെ. സന്യാസിയായാൽ സന്യാസിയുടെ ആശ്രമധർമ്മം സന്യാസി ചെയ്യുന്നുവെങ്കിൽ അതിനോട് താതാത്മ്യം പ്രാപിച്ചാൽ അയാൾ സന്യാസി അല്ലാതായി പോകും. ഞാൻ സന്യാസിയാണെന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അയാൾ സന്യാസി അല്ലാതായി പോകും. അതേപോലെ തന്നെ ഗൃഹസ്ഥൻ ഏത് വർണ്ണത്തിലോ ഏത് ആശ്രമത്തിലോ ഏത് വിഭാഗത്തിലോ പെട്ടവനാണെങ്കിലും ഇതൊന്നും എനിക്കില്ല. നമേ ധാരണാധ്യാനയോഗാദയോപി, ശരീരം ചിലപ്പോൾ ധ്യാനിക്കും, ഒരു രൂപത്തിനെ ധ്യാനിക്കും, യോഗാനുഷ്ഠാനം ചെയ്യും, പക്ഷെ ഇതൊന്നും എനിക്കില്ല. അതിൽ അഹങ്കാരം വന്നാൽ പോലും പെട്ടുപോകും. ഇതൊക്കെ അനാത്മാവിനെ ആശ്രയിച്ചിട്ടുള്ളതാണ്. ആത്മാവിന് ധ്യാനമോ ധാരണയോ സമാധിയോ ഒന്നും വേണ്ട. തദേകോവശിഷ്ട ശിവ കേവലോഹം. ഇതേത് സിദ്ധാന്തമാണ്? ഇത് സാഖ്യയോഗമാണോ? അല്ല. ഇത് ശൈവ സിദ്ധാന്തമാണോ? അല്ല. ന സാഖ്യം ന ശൈവം. വൈഷ്ണവമാണോ? അല്ല. ന പാഞ്ചരാത്രം. ജൈനന്മാരുടെയോ ബൗദ്ധന്മാരുടെയോ ഒരു സിദ്ധാന്തവും ന ജൈനം ന മീമാംസകാതേർ മതം വാ. ഇതിനെ ഒരുപക്ഷെ വേദാന്തം എന്ന് പോലും പറയാൻ പാടില്ല. പൂർവമീമാംസ ഉത്തരമീമാംസ വേദാന്തമാണ്, പൂർവമീമാംസ കർമ്മകാണ്ഡമാണ്. രണ്ട് മീമാംസയുമല്ല. പിന്നെ എന്താണിത്? വിശിഷ്ട അനുഭൂത്യ. ഇത് എല്ലാവരുടെയും സിദ്ധാന്തമാണ്. ഈ സിദ്ധാന്തത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. എല്ലാവരുടെയും അനുഭൂതിയാണത്. എല്ലാവർക്കും വിശിഷ്ടമായി അവനവനിൽ ഞാനുണ്ട് എന്ന് അനുഭവപ്പെടുന്ന ബോധമായതുകൊണ്ട് എല്ലാത്തിനെയും തള്ളാം. ഒന്നും വേണ്ടാമെന്ന് പറയാം. എനിക്ക് വിഷ്ണു വേണ്ട, ശിവൻ വേണ്ട എന്ന് പറയാം. ബുദ്ധൻ വേണ്ട, ജിനൻ വേണ്ട എന്ന് പറയാം. എനിക്ക് മതമേ വേണ്ട എന്ന് പറയാം. ഞാൻ നാസ്തികനാണെന്ന് പറയാം, യുക്തിവാദിയാണെന്ന് പറയാം. എന്തു പറഞ്ഞാലും വാദിക്കുന്നവൻ അവിടെ ഉണ്ട്. യത് ഹൃദേ ന നിഷേധസിദ്ധി. അതില്ലെങ്കിൽ നിഷേധിക്കാൻ സാധ്യമല്ല. നിഷേധിക്കുന്ന ആള് അവിടെ ഉണ്ട്. അവൻ വിശിഷ്ടമായ അനുഭൂതിയാണ്. അവൻ എല്ലാരിലും അഹമഹം എന്നു പദം കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്ന അനുഭൂതിയായിരിക്കുന്നത് കൊണ്ട് ആ ശിവം ആണ് ഞാൻ. തദേകോവശിഷ്ട ശിവ കേവലോഹം. അത് ആർക്ക് നിഷേധിക്കാൻ കഴിയും? ഇതിന് വല്ല മതം വേണോ? ഇതിന് വല്ല ജാതിയോ വർണ്ണമോ ആശ്രമോ വേണോ? പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അങ്ങേ തലയ്ക്ക് പോയി പിടിക്കും. വേദാന്തമാണ് ലോകത്തിൽ എല്ലാവർക്കും ഉള്ള മതം. അതുകൊണ്ട് ജാതി വേണ്ട, മതം വേണ്ട, വർണ്ണം വേണ്ട, ആശ്രമം വേണ്ട എന്ന് പറയും. എന്നിട്ട് രാഷ്ട്രീയത്തിന്റെ പേരിൽ തല്ലുകൂടും, വേറെ എന്തിന്റെങ്കിലുമൊക്കെ പേരിൽ തല്ലുകൂടും. ലോകത്തിന് റീഫോർമേഷന് വേണ്ടിയിട്ടല്ല വേദാന്തം. റീഫോർമേഷൻ എന്നുള്ളത് ഋഷികളുടെ സമ്പ്രദായമേ അല്ല. വ്യക്തി തന്നിൽ സത്യം കണ്ടെത്തിയാൽ, അങ്ങനെ ഓരോ വ്യക്തികളും സത്യത്തിനോട് അടുക്കും തോറും സമൂഹത്തിൽ ശരിയാവും എന്നല്ലാതെ സമൂഹത്തിലുള്ള വിഭാഗങ്ങളെയൊക്കെ മാറ്റാൻ ഒരിക്കലും സാധ്യമല്ല. ഒരിക്കലും സാധ്യമല്ല. അരുണാചലേശ്വര ക്ഷേത്രത്തിൽ പോകുമ്പോൾ എനിക്കൊന്ന് തോന്നി, മുമ്പൊക്കെ ഇന്നവർക്കേ അമ്പലത്തിൽ പ്രവേശം ഉണ്ടാവാൻ പാടുള്ളൂ എന്നുണ്ടായിരുന്നു. അതിനെയൊക്കെ നമ്മൾ എതിർത്ത് വേറെ ഒരു സമ്പ്രദായം ഇപ്പൊ കൊണ്ടുവന്നു. പുതിയ സമ്പ്രദായത്തിന് വൈശിഷ്ട്യം വല്ലതും ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ പുതിയ സമ്പ്രദായം കൊണ്ടും വലിയ വൈശിഷ്ട്യമൊന്നും ഉണ്ടായില്ല. പഴയ സമ്പ്രദായത്തിൽ അറ്റ്ലീസ്റ്റ് ശുദ്ധം വേണം, ആചാരം വേണം, അമ്പലത്തിൽ പോകണമെന്നെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോ
20 ടിക്കറ്റ് എടുത്താൽ കള്ളുകുടിച്ചവനും ഉള്ളിൽ പോകാം. സിഗരറ്റ് പാക്കറ്റിൽ വെച്ചുകൊണ്ടാണ് 20 ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ പോണത്. കേരളത്തിൽ അത് സാധ്യമായില്ലായിരിക്കാം. പക്ഷെ പറയാ, ഇപ്പൊ പണമോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനാണെങ്കിൽ നേരെ ഉള്ളിൽ പോകാം. അപ്പോ ലോകത്തിലൊന്നും മാറ്റാൻ പറ്റില്ല. ആ വിശ്വാസം നമ്മൾ വിട്ടിട്ടില്ലെങ്കിൽ, റീഫോർമേഷൻ ഉള്ള വാസന നമ്മളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ സത്യം കണ്ടെത്താൻ പറ്റില്ല. സത്യദർശനം സാധ്യമല്ല. സത്യത്തിനെ ബോധിപ്പിക്കുന്നത് മാത്രമാണ് സത്യദർശികൾക്കുള്ള കർത്തവ്യം. അതല്ലാതെ സത്യദർശികൾ ലോകത്തിൽ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ വാസനയാണെന്ന് കണക്കാക്കിക്കൊള്ളണം. അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവാൻ പോണില്ല. ഉണ്ടായ പോലെയൊക്കെ തോന്നും. അതൊക്കെ വെറുതെ ഇങ്ങോട്ട് ഒരു കളറ് മാറി നിൽക്കും, അത്രയേ ഉള്ളൂ. വേഷം മാറി നിൽക്കും, അത്രയേ ഉള്ളൂ. ഒന്നും മാറില്ല. അപ്പൊ ഈ ശ്ലോകങ്ങളൊന്നും ലോകത്തിനെ മാറ്റാനല്ല, നമ്മളിലുള്ള സത്യത്തിനെ നമ്മളിൽ റെക്കഗ്നൈസ് ചെയ്യാനാണ്, പ്രത്യഭിജ്ഞ ഉണ്ടാവാനാണ്. ആ സത്യദർശനത്തിൽ ജാതിയുമില്ല, വർണ്ണവുമില്ല, ആശ്രമവുമില്ല, സ്ത്രീയുമില്ല, പുരുഷനുമില്ല, യാതൊരു ഭേദവുമില്ല. സത്യദർശനം നേടിയ ആള് എവിടെ ഉണ്ടോ അവിടെ പ്രകാശം പരക്കും. സത്യദർശനം ഇല്ലാതെ നിയമങ്ങൾ മാറ്റുന്നത് കൊണ്ടോ ലോകത്തിൽ മാറ്റിമറിക്കുന്നത് കൊണ്ടോ ഒന്നും പ്രയോജനമേ ഇല്ല. അതുകൊണ്ട് സർവദാ സ്വാത്മതയാ, എപ്പോഴും എല്ലാവരുടെയും സ്വാത്മാവായി സ്വസ്വരൂപമായി പ്രകാശിക്കുന്ന സർവേശ്വരനെ, പൂർണ്ണവസ്തുവിനെ തന്നിൽ കണ്ടെത്തുന്നതാണ് മതി ദൗർബല്യം നീങ്ങി ബലം. അപ്പോ സത്യം കണ്ടെത്തിയ ആൾക്ക് ഞാൻ എന്നെ അറിഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? ഒരു ഋഷി പറഞ്ഞു, നാഹം വേദ സുവേദേതി നോ ന വേദേതി വേദച്ച. ഞാൻ എന്നെ അറിയുന്നു എന്ന് പറയാനും എനിക്ക് വയ്യ, എന്നെ എനിക്ക് അറിയില്ല എന്ന് പറയാനും വയ്യ എന്നാണ്. നോ ന വേദേതി വേദച്ച. ഞങ്ങൾക്ക് പഠിപ്പിച്ച പരമ്പരയിലുള്ള മഹാത്മാക്കളൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ്. അവരാരും ഞങ്ങൾ അറിഞ്ഞു ഒന്നും പറഞ്ഞില്ല, അറിഞ്ഞില്ല എന്നും പറഞ്ഞില്ല. രമണ മഹർഷി തന്നെ മധുരയിൽ നിന്നും 17ാമത്തെ വയസ്സിൽ തിരുവണ്ണാമലയിലേക്ക് വന്നു. അപ്പൊ മഹർഷി തന്നെ അരുണാചല അഷ്ടകത്തിൽ തന്റെ അനുഭൂതിയെ പറയുന്നുണ്ട്. തിരുവണ്ണാമലയിൽ വന്നപ്പോ അരുണാചലത്തിനെ കണ്ടു എന്നാണ്. കണ്ടനൻ, ഞാൻ കണ്ടു എന്ന് പറഞ്ഞ ഉടനെ അടുത്ത ശ്ലോകത്തിൽ കണ്ടവൻ യവൻ എന കരുത്തിനുൾ നാട് കണ്ടവൻ ഇന്ദ്രിട നിன்றது കണ്ടേൻ കണ്ടനൻ என்றிட കരുത്തെഴവെല്ലൈ കണ്ടിലൻ என்றிட കരുത്തെഴുമാറേൻ. ഞാൻ കണ്ടു എന്ന് പറഞ്ഞതും അടുത്ത പാട്ടില് കണ്ടവൻ യവൻ, ആരാണ് കണ്ട ആള് എന്നൊരു ചോദ്യം ഉള്ളിൽ ഉദിച്ചു എന്നാണ്. അപ്പോ കണ്ടു എന്ന് പറയുന്ന അഹങ്കാരം ഉദിച്ചില്ല. കണ്ടില്ല എന്ന് പറയാനും ഒരാളവിടെയില്ല. കണ്ടു എന്ന് പറയണമെങ്കിലും കണ്ടില്ല എന്ന് പറയണമെങ്കിലും വ്യക്തിത്വം വേണം. കേവലം അസ്തിത്വം ഉള്ള സ്ഥലത്ത് വ്യക്തിത്വം ഇരിക്കില്ല. കേവല അസ്തിത്വം വ്യക്തിത്വത്തിനെ ഇരുത്തി പൊറപ്പിക്കില്ല. അതുകൊണ്ട് കണ്ടനൻ என்றிட കരുത്തെഴവില്ലേ കണ്ടിലൻ என்றிட കരുത്തെഴുമാറേൻ വിണ്ടിലൈ പണ്ട് നീ വിളക്കിனை என்றால் വിണ്ടിടാതുന്നിலை വിളക്കിട என்றே വിണ്ടലം അചലമാ വിളങ്കിട നിன்றாய். പണ്ട് മൗനമായി ദക്ഷിണാമൂർത്തിയായി ശിവനെ, ഈ സത്യത്തിനെ മൗനത്തിലൂടെ പ്രകാശിപ്പിക്കുമ്പോ ഞാൻ കണ്ടു എന്നെങ്ങനെ പറയാൻ കഴിയും? എങ്ങനെ മിണ്ടാൻ കഴിയും? അപ്പോ നവേദ്മ്യഹം മാം ഉത വേദ്മ്യഹം മാം ഇതി പ്രവാദോ മനുജസ്യ ഹാസ്യഃ. നവേദ്മ്യഹം മാം ഉത വേദ്മ്യഹം മാം ഇതി പ്രവാദോ മനുജസ്യ ഹാസ്യഃ. ദൃക് ദൃശ്യഭേദാത് കിമയം ദ്വിധാത്മ സ്വാത്മൈകതായാം ഹി ധിയാം ന ഭേദാഃ. നവേദ്മ്യഹം മാം, എനിക്ക് എന്നെ അറിയില്ല. എനിക്ക് എന്നെ അറിയില്ല എന്ന് ആര് പറയണു?
ഈ മൈക്കൊരിക്കലും എനിക്ക് എന്നെ അറിയില്ല എന്ന് പറയില്ല. നമ്മളാണ് പറയണത്. എന്തുകൊണ്ട് പറയണു? എന്നിൽ ഉണർവുള്ളത് കൊണ്ട് പറയുന്നു. എന്നെ അറിയില്ല. ആ ഉണർവ് തന്നെ വസ്തു. വേദ്മ്യഹം മാം, ഞാൻ എന്നെ അറിഞ്ഞു. എനിക്ക് ഇന്ന സമയത്ത് സാക്ഷാത്കാരം ഉണ്ടായി. ചിലപ്പോൾ എസ്പെഷ്യലി ഫോറിനേഴ്സ്, വെസ്റ്റേണേഴ്സ് ഒക്കെ ഇന്ത്യയിലേക്ക് വരുമ്പോ ഇവിടുത്തെ ഗുരുക്കന്മാരെയൊക്കെ കാണുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ആളുകളുടെ ഇടയിൽ ആ ചോദ്യം അത്ര കണ്ടില്ല. ഈസ് ഹി റിയലൈസ്ഡ് എന്ന് ചോദിക്കും. അദ്ദേഹം റിയലൈസ്ഡ് ആണോ? ആ ചോദ്യത്തിന് അർത്ഥം അവർക്ക് തന്നെ അറിയില്ല. സാക്ഷാത്കാരം നേടിയ ആളാണോ എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് അർത്ഥം അവർക്ക് തന്നെ പിടിയില്ല. എന്താ റിയലൈസേഷൻ? എന്തോ ഒരു അനുഭവം, എന്തെങ്കിലും ഉണ്ടാവുക. ഈ കുടുക്കൽപ്പെട്ട അഥവാ ആ ക്ലെയിമിൽ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ അല്പസ്വല്പം അനുഭൂതി ഉണ്ടായിട്ട്, ഞാൻ ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന മരത്തിന്റെ ചുവട്ടിൽ വെച്ച് ജ്ഞാനിയായി എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ജ്ഞാനം അങ്ങനെ വരുന്നതാണോ? അങ്ങനെ കിട്ടേണ്ടതാണോ? അങ്ങനെ ലഭിക്കേണ്ടതാണോ? അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഉണ്ടാവേണ്ടതാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും വെളിച്ചം കണ്ടാൽ ജ്ഞാനമാവുമോ? എന്തെങ്കിലും യോഗാനുഭവം ഉണ്ടായാൽ ജ്ഞാനമാകുമോ? അപ്പൊ ഞാൻ ഇന്ന ദിവസം മുതൽ എന്നെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ, ന വേദ്മ്യഹം മാമുത വേദ്മ്യഹം മാം ഇതി പ്രവാദോ മനുജസ്യ ഹാസ്യ. ഇത് രണ്ടും ഹാസ്യമാണ്. ഇവിടെ ദൃക്ദൃശ്യഭേദത്തോടുകൂടെ രണ്ടാളും ഉണ്ടോ അറിയുന്ന ഒരാളും അറിയപ്പെടേണ്ട ഒരു വസ്തുവുമായി കിം ദ്വിധാത്മാ, രണ്ടാത്മാവുണ്ടോ ഇവിടെ? ആത്മാവ് ഒന്ന്, ആത്മാവിനെ അറിയുന്നവനൊന്ന്, നിൽക്കാൻ പറ്റില്ല. ജ്ഞാനത്തിന്റെ സമ്പൂർണമായ ലക്ഷണം, സാക്ഷാത്കാരത്തിന്റെ ലക്ഷണം എന്തെങ്കിലും ലൈറ്റ് കാണലോ ഒന്നുമല്ല, സ്ഥിതപ്രജ്ഞത്വം ആണ്. അഥവാ ഭഗവാൻ ക്ഷേത്രജ്ഞ യോഗത്തിൽ പറഞ്ഞതൊക്കെയാണ് ലക്ഷണം. പിന്നെ ശാന്തി, പിന്നെ എല്ലാറ്റിനും മേലെ എല്ലാവരുടെ ഉള്ളിലും ഒരു ഇൻറ്റ്യൂട്ടീവ് പവറുണ്ട്. എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് അത്. എസ്പെഷ്യലി സജ്ജനങ്ങൾക്ക്, അധ്യാത്മമണ്ഡലത്തിലേക്ക് തിരിഞ്ഞു വരുന്നവർക്കൊക്കെ അത് ആക്റ്റീവാണ്. അവർക്ക് ജ്ഞാനികളെ കണ്ടാൽ അറിയും. എങ്ങനെ അറിയും എന്ന് ചോദിക്കേണ്ട, അറിയും. അതിനൊരാള് ഞാൻ നേടി എന്നോ ഈ ദിവസം പ്രാപിച്ചു എന്നോ ഒന്നും പറയാൻ പറ്റില്ല. പിപ്പലാദൻ പറയണതാണ്, അങ്ങ് നേടിയോ എന്ന് ചോദിച്ചാൽ നേടിയെന്ന് പറയാൻ വയ്യ, നേടിയിട്ടില്ല എന്ന് പറയാൻ വയ്യ. ന വേദ്മ്യഹം മാമുത വേദ്മ്യഹം മാം ഇതി പ്രവാദോ മനുജസ്യ ഹാസ്യ. ഉപനിഷത് ഭാഷ്യത്തിൽ ആചാര്യസ്വാമികൾ തന്നെ ഒരു ചെറിയ കഥയൊന്നും അങ്ങനെ ശങ്കരൻ പറയാറില്ലെങ്കിലും ഒരു ചെറിയൊരു അനക്ഡോട്ട് പോലെ പറയുന്നുണ്ട്. രണ്ടു കുട്ടികളെ ഒരച്ഛൻ ബ്രഹ്മവിദ്യ പഠിക്കാനായിട്ട് അയച്ചു. അതിൽ രണ്ടുപേരും തിരിച്ചു വന്ന് ഒരാളോട് നീ എന്ത് പഠിച്ചു എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞു. മറ്റൊരാളോട് ചോദിച്ചപ്പോ യാതൊന്നും മിണ്ടിയില്ല, ശാന്തനായി നിശബ്ദമായി നിശ്ചലമായി ഇരുന്നു. അരേ ബ്രഹ്മിഷ്ഠോസി, നീ ബ്രഹ്മിഷ്ഠനാണ്, സത്യത്തിനെ കണ്ട് പ്രകാശം നിന്റെ മുഖത്തുണ്ട് എന്ന് അച്ഛൻ പറയാണ്. അപ്പോ സത്യദർശനം ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നാണ്. ക്ലെയിം അതായത് അതിന് ഈഗോ നിന്ന്, അഹങ്കാരം നിന്ന് ഞാൻ നേടി എന്ന് അറ്റൈൻമെന്റ് അല്ലാതെ, ആപ്യം അല്ല, വികാര്യം അല്ല, സംസ്കാര്യം അല്ല, ഉത്പാദ്യം അല്ല. കർമ്മം കൊണ്ടും മറ്റുമൊക്കെ നേടുന്നത് സംസ്കാര്യം, ആപ്യം, വികാര്യം, ഉത്പാദ്യം എന്ന കാറ്റഗറിയിൽപ്പെട്ടതാണ്. ബ്രഹ്മജ്ഞാനം സംസ്കാര്യമോ ഉത്പാദ്യമോ ആപ്യമോ വികാര്യമോ അല്ല. അത് സ്വയം പൂർണ്ണമാണ്, സ്വതസിദ്ധമാണ്, വസ്തുതന്ത്രമാണ്. അത് നേടുന്ന ആളിനെ ഇല്ലാതാക്കും. എന്നുവെച്ചാൽ പിന്നീട് വ്യക്തിത്വത്തോടുകൂടെ എനിക്ക് കിട്ടി എന്ന് പറയാൻ പോലും സാധ്യമല്ല. അപ്പൊ നവേദ്മ്യഹം മാമുത വേദ്മ്യഹം മാം ഇതി പ്രവാദോ മനുജസ്യ ഹാസ്യ ദൃഗ്ദൃശ്യഭേദാത് കിമയം ദ്വിധാത്മാ
സ്വാത്മൈകതായാം ഹി ധിയാം ന ഭേദാഹ. എന്നെ അറിയുന്നാൻ എന്നെ അറിന്തേൻ நான் என்னன் நகைப்புக்கிடனாகும். என்னை தன்னை விடயமாக்க இருதான் உண்டோ ஒன்றாய் அனைவர் അനുഭൂതി ഉണ്മയാൽ. തന്നെ വിടയമാക്ക, തന്നെ വിഷയമാക്കാനായിട്ട് ഇരുതാൻ ഉണ്ടോ? അറിയുന്ന ഒരാള്, അറിയപ്പെടുന്ന ഒരു വസ്തു രണ്ടുണ്ടോ? എപ്പോഴും അനൈവർ അനുഭൂതി ഉണ്മ, എല്ലാവരുടെ അനുഭൂതിയിലും അഹമഹമെന്ന് അനുഭൂതിയിലുള്ള വസ്തുവിനെ വേറെ മാറി നിന്ന് കാണാൻ പറ്റില്ല. അതായിട്ട് തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അത് ബോധിപ്പിക്കുന്നത് കൊണ്ട് ഏർപ്പെടുന്ന പ്രത്യഭിജ്ഞയാണ് എന്ന് പറയുന്നത്. അപ്പോ ആഹസ്ഫുടം തത്വമസീതി വേദ തഥാപി അസംപ്രാപ്യ പരാത്മനിഷ്ഠാം ഭൂയോ വിചാര മതിദുർബലത്വം തത്സർവതാ സ്വാത്മതയാ ഹി ഭാതി. ആ സർവദാ എപ്പോഴും നമ്മളിൽ പ്രകാശിക്കുന്ന വസ്തുവിനെ അറിയലാണ് ജ്ഞാനം. ശാന്തിയാണ് ജ്ഞാനം. മൗനം ആണ് ജ്ഞാനം. പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന തിഷ്ഠാസേത്. അറിയുന്നു എന്നുള്ള ആ ജ്ഞാനത്തിനെ പോലും വിട്ടിട്ട് ബാല്യേന തിഷ്ഠാസേത് എന്ന് വേദം പറയുന്നുണ്ട്. ചെറിയ കുട്ടികളെ പോലെ എന്നൊരർത്ഥം. മറ്റൊന്ന് ബലത്തോടുകൂടെ ഇരിക്കുന്നതാണ് സ്വരൂപത്തിൽ. ബലമുള്ളവനാണ് ബാലൻ, അവന്റെ സ്വഭാവമാണ് ബാല്യം. ബലത്തോടുകൂടെ സ്വരൂപനിഷ്ഠയിൽ ഇരിക്കുന്നതാണ് ജ്ഞാനം. അതല്ലാതെ ഹൃത്പാപ്യ സദ്ധാമ നിജസ്വരൂപേ സ്വഭാവസിദ്ധേ അനുപലഭ്യനിഷ്ഠാം മായാവിലാസ സദസത് സരൂപ വിരൂപ നാനൈക മുഖപ്രവാദാഹ. என்றும் எவர்க்கும் இயல்பாய் உள்ள பொருளை ஒன்றும் உளத்துள் உணர்ந்து நிலை நின்றிடாது உண்டின்று உரு அரு என்று ஒன்று இரண்டு என்றே சண்டை இடல் மாயை ചഴക്ക് ഒഴിക. തമിഴ് കുറച്ച് വിഷമം പോലെ തോന്നും, പക്ഷെ പിരിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. പദം പിരിച്ചു കഴിഞ്ഞാൽ എന്നും എവർക്കും ഇയൽബായി ഉള്ള പൊരുളை, എപ്പോഴും എല്ലാവർക്കും സ്വഭാവസിദ്ധമായിട്ടുള്ള വസ്തുവിനെ, എന്നുവെച്ചാൽ പ്രയത്നം കൊണ്ടോ പുതിയ അറിവ് കൊണ്ടോ നമുക്ക് അവസ്ഥകൾ സംജാതമാകും, സ്റ്റേറ്റ്സ്. പക്ഷേ ഒരവസ്ഥയും നിത്യമല്ല. കുറച്ച് യോഗാനുഷ്ഠാനമൊക്കെ ചെയ്താൽ യു മേ റീച്ച് ന്യൂ സ്റ്റേറ്റ്സ്, ബട്ട് ദേ ആർ ഓൺലി സ്റ്റേറ്റ്സ്. അത് സ്വഭാവം അല്ല. പാരമാർത്ഥികമായ സത്യം ഇപ്പോ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഇവിടെ ഉള്ളതാണ് എപ്പോഴും ഉള്ളത്. ഇപ്പോ ഇവിടെ ഇല്ലെങ്കിൽ അത് പിന്നീട് വന്നാൽ അത് വരുന്നതായതുകൊണ്ട് പോയി പോകും. ഇല്ലാതിരിക്കുക എന്നുള്ളൊരു സ്വഭാവം അതിനുള്ളത് കൊണ്ട് തന്നെ ഉണ്ടായാൽ വീണ്ടും ഇല്ലാതാകും. പിടികിട്ടുണ്ടോ ഈ യുക്തി? യുക്തിയല്ല, ഫാക്റ്റാണ്. നമ്മൾ അന്വേഷിക്കുന്ന വസ്തു ഇവിടെ ഇപ്പോ നമ്മളുടെ ഈ അവസ്ഥയിൽ, സാധാരണ അവസ്ഥയിൽ ഉപലബ്ധമായിരിക്കാം. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് മതിദൗർബല്യം. പക്ഷെ ഉണ്ട്. അങ്ങനെ ഇല്ലെങ്കിൽ, ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോണതാണെങ്കിൽ, ഇപ്പൊ ഇല്ലാത്തതൊന്നും ഉണ്ടായാൽ വീണ്ടും ഇല്ലാതാവും. അതുകൊണ്ടാണ് സ്വഭാവസിദ്ധമായ വസ്തുവിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സ്വഭാവസിദ്ധം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ തന്നെ നമ്മളിൽ ഇണങ്ങിക്കലർന്നിരിക്കുന്നത്. അതിനെ അന്വേഷിക്കാതെ ഭാവനയിൽ എന്തിനെയോ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് അന്വേഷിച്ചാൽ ജീവിതം മുഴുവൻ ഓടി നടക്കും. ഓടി 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 ഓടി
உள்கலந்த ஜோதியை நாடி 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 நாட்களும் கழிந்து போய் வாடி 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 மாண்டு போன மாந்தர்கள் கோடி கோടി കോടി കോടി എണ്ണിറந்த കോടിയെ. ശിവവാക്യർ എന്ന സിദ്ധർ പാടി ഉള്ളിൽ കലർന്നിരിക്കുന്ന ജ്യോതിയെ. നമ്മളുടെ അനുഭൂതി മണ്ഡലത്തിൽ മനോമയ പ്രാണശരീര നേത പ്രതിഷ്ഠിതോ അന്നേ ഹൃദയം സന്നിധായ തദ്വിജ്ഞാനേന പരിപശ്യന്തി ധീരാഹ ആനന്ദരൂപം അമൃതം യത് വിഭാതി എന്നാണ് മുണ്ടകശ്രുതി. അതായത് അന്നം കൊണ്ട് പുറമേക്ക് ഒരു തടിയെടുത്ത് ഉള്ളിൽ പ്രാണവായുവെ കടത്തിവിട്ട് മനോമയ ലോകം സൃഷ്ടിച്ച് അതിന്റെ ഉള്ളിൽ കലർന്ന് ഒളിഞ്ഞു കയറിയിരിക്കുന്ന ജ്യോതിയെ വേർപിരിച്ച് വിജ്ഞാനം കൊണ്ട് അറിഞ്ഞാൽ ആനന്ദരൂപം അമൃതം യത് വിഭാതി. അമൃതം, അമൃതാനുഭവം ആനന്ദാനുഭൂതിയായി ഹൃദയത്തിൽ തെളിഞ്ഞു വരും. അതാണ് ഉള്ളിൽ കലർന്നിരിക്കണമെന്ന് പറഞ്ഞത്. ആ കലർന്നിരിക്കുന്നതിൽ പിരിക്കണ ജോലിയെ നമുക്കുള്ളൂ. ഇപ്പൊ തന്നെ ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ജീവിക്കില്ല. ഇല്ലെങ്കിൽ നമുക്ക് ഒന്നിലും ആനന്ദം ഉണ്ടാവില്ല, ജീവിതത്തിന് തന്നെ പ്രയോജനം ഉണ്ടാവില്ല. അപ്പോ എല്ലാം കൂടെ ചേർന്ന് മനോമയ പ്രാണ ശരീരനേത പ്രതിഷ്ഠിത അന്നേ. അന്നം എന്ന് വെച്ചാൽ മാറ്റർ. മാറ്ററിൽ പ്രതിഷ്ഠിതനായിരിക്കുന്നു. മാറ്ററിൽ പ്രാണനുണ്ട്, അതിനു പുറകിൽ മനസ്സുണ്ട്, അതിന്റെ ഉള്ളിൽ കലർന്ന് ഹൃദയം സന്നിധായ പ്രതിഷ്ഠിത. ഹൃദയത്തിനെ തന്റെ അധിഷ്ഠാനമാക്കി ഇരിപ്പിടമായി വെച്ചുകൊണ്ട് പ്രകാശിക്കുന്ന ആ സർവേശ്വരനെ, ആ അന്തര്യാമിയെ, ആ ഭഗവാനെ വിജ്ഞാനേന ജ്ഞാനം കൊണ്ട് പരിപശ്യന്തി തെളിഞ്ഞു കാണുന്നു. ആര്? ധീരാഹ, ധീരന്മാര് കാണുന്നു. അങ്ങനെ കാണുമ്പോഴോ ആനന്ദരൂപം അമൃതം യത് വിഭാതി എന്നാണ്. ആനന്ദരൂപം അമൃതം യത് വിഭാതി. അപ്പോ അതാണ് ഇവിടെ ഉൾക്കലന്ത ജ്യോതി എന്ന് പറഞ്ഞു. ഉള്ളിൽ കലർന്ന് നമ്മളുടെ അനുഭൂതിയിൽ ഇപ്പൊ തന്നെ കലർന്നിരിക്കുന്ന ജ്യോതിയെ, ജ്യോതിഷാമപിത ജ്യോതി, അങ്ങനെയുള്ള ജ്യോതിയെ വെളിയിൽ എവിടെയോ ഒരു വസ്തുവാണെന്ന് ഭാവന ചെയ്ത് ഫാൻസിഫുൾ ഇമാജിനേഷൻ കൊണ്ട് ഓടി 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 വാടിപ്പോയി മാണ്ടുപോന മാന്തർകൾ, ചത്തുപോയ മനുഷ്യർ ഒന്നല്ല രണ്ടല്ല എണ്ണിറந்த കോടിയെ എന്നാണ്. എണ്ണിയാലൊടുങ്ങാത്ത കോടിക്കണക്കിന് ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ആ അബദ്ധത്തിൽ പെട്ടുപോകരുത്. ശിവവാക്യർ എന്നൊരു സിദ്ധൻ, അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ ഇങ്ങനെയാണ്. ഒരാള് കുറെ കാലമായി ഒരു മരത്തിനെ പ്രദക്ഷിണം ചെയ്യുന്നു, ഒരു കല്ലിന് പൂ വയ്ക്കുന്നു, ജലമൊഴിക്കുന്നു, പ്രദക്ഷിണം ചെയ്യുന്നു, എന്തോ മന്ത്രം ജപിക്കുന്നു കുറെ കാലം. ഏത് അജ്ഞാനവും മഹാത്മാക്കൾ കുറച്ചു കാലത്തേക്കൊക്കെ പൊറുക്കും, നമ്മളുടെ കൂടെ തന്നെ വരും, അവരും നമ്മൾ ചെയ്യണതൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ എഴുന്നേക്കാൻ കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ അപ്പൊ കുറച്ച് ഷോക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ വേണ്ടി വരും. അപ്പൊ ഇയാളോട് ശിവവാക്യർ പറയാണ്, നട്ടക്കല്ലു പേശുമാം നാഥനുള്ളിരുക്കയിൽ സുത്തി വന്ന് മുണുമുണുന്ന് ചൊല്ലും മന്ത്രം ഏതടാ. ഈ നട്ടക്കല്ല് അത് പേശുമാണ്. എന്തോ നിന്നോട് പറയോ, നിനക്ക് സത്യം ബോധിപ്പിക്കോ. നാഥൻ ഉള്ളിരുക്കയിൽ, ഉള്ളിൽ ഭഗവാൻ ഇരിക്കുമ്പോ ചുറ്റി വന്ന് മുണുമുണുന്ന് ചൊല്ലും മന്ത്രം ഏതടാ. അത് ചുറ്റി ചുറ്റി വന്നിട്ട് മുണുമുണു എന്തോ പറഞ്ഞുകൊണ്ടിരിക്കും. ചൊല്ലും മന്ത്രം ഏതടാ. ചുട്ട ചട്ടി ചട്ടുകം കറിച്ചുവൈ അറിയുമോ. ചട്ടുകത്തിന് ഈ കറിയുടെ രുചി വലതും അറിയുമോ. അപ്പോ നട്ടക്കല്ലു പേശുമാ നാഥനുള്ളിരുക്കയിൽ ചുറ്റി വന്ന് മുണുമുണുന്ന് ചൊല്ലും മന്ത്രം ഏതടാ. അപ്പൊ തന്റെ ഉള്ളിൽ തന്നെ കലർന്നിരിക്കുന്ന ജ്യോതിയെ എത്ര കാലം നീ പുറത്ത് അന്വേഷിക്കും, എത്ര കാലം ഇങ്ങനെ അലഞ്ഞു നടക്കും. അപ്പോ ഉള്ളിൽ തന്നെ അന്വേഷിച്ച് സത്യത്തിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനെ ഉള്ളിൽ അന്വേഷിക്കൂ, വസ്തുവിനെ ഹൃദയത്തിൽ കണ്ടെത്തൂ. അതിനാണ് സിദ്ധമായി എന്നും എവർക്കും ഇയൽബായുള്ള പൊരുളൈ. ഇയൽബ് എന്ന് വെച്ചാൽ സ്വഭാവസിദ്ധം. സദ്ധാമ നിജസ്വരൂപേ സ്വഭാവസിദ്ധേ അനുപലഭ്യനിഷ്ഠാം. സ്വാഭാവികമായി ഇൻഹറന്റായി നമ്മളുടെ അകത്ത് ഉണ്ട്. നമ്മൾ ജീവിതമൊക്കെ വളരെ ഓർഡർലി ആയിട്ടിരുന്നാൽ തന്നെ ശാന്തി ഉണ്ടാവും. ശാന്തിയിൽ നമ്മൾ സ്വയമേവ
നിശബ്ദമായിരിക്കുമ്പോ തന്നെ ഹൃദയത്തിൽ ഈ വസ്തു പ്രകാശിക്കും. ആ സഹജമായ വസ്തുവിനെ വിട്ടിട്ട് അത് സഗുണമാണ്, നിർഗുണമാണ്, സ്വരൂപമാണ്, നിരാകാരമാണ്, അദ്വൈതമാണ്, ഇതൊക്കെ എവിടെ വരുന്നു? ഈ വാദമൊക്കെ എല്ലാം വെറും ബ്രെയിനിലുള്ള ചലനങ്ങൾ മാത്രം. ആ ബ്രെയിൻ ക്വയറ്റായാൽ, മനസ്സ് ക്വയറ്റായാൽ, ശാന്തമായാൽ ഇവിടെ അദ്വൈതമോ വിശിഷ്ടാദ്വൈതമോ സഗുണമോ നിർഗുണമോ നിരാകാരമോ സാകാരമോ ഒരു വാദത്തിനും സ്ഥാനമില്ല. യാതൊന്നിനും സ്ഥാനമില്ല. ആ ക്വയറ്റിറ്റ്യൂഡാണ് യോഗം എന്ന് പറയുന്നത്. യഥാ പഞ്ചാവതിഷ്ഠന്തെ ജ്ഞാനാനി മനസാ സഹ ബുദ്ധിശ്ചന വിചേഷ്ടത്തെ താം ആഹുഃ പരമാം ഗതിം. ബുദ്ധിയും ചേഷ്ട വിട്ട്, ഇന്ദ്രിയങ്ങളൊക്കെ ചേഷ്ട വിട്ട് ശാന്തമായി അടങ്ങിയിരിക്കുമ്പോ ഏർപ്പെടുന്ന ആ നിർമ്മലമായ അനുഭൂതി, ശാന്തി, ആ ശാന്തി തന്നെ പരമാം ഗതിം, പരമമായ ഗതി. താം യോഗമിതി മന്യന്തെ സ്ഥിരാം ഇന്ദ്രിയധാരണാം അപ്രമത്തസ്തദാ ഭവതി യോഗോഹി പ്രഭവാപ്യയോ. അപ്പം என்றும் எவர்க்கும் இயல்பாயுள்ள பொருளை ஒன்றும் ഉളത്തുൾ ഉണർന്ന് നിലൈ നിன்றிടാത്. ഹൃദയത്തിൽ അതിനെ ഉണർന്ന് അനുഭവിച്ച് അനുപലഭ്യനിഷ്ഠാം, അവിടെ നിഷ്ഠ ഏർപ്പെടാതെ സ്വരൂപ വിരൂപ എന്നൊക്കെ മായാവിലാസ സദ് അസത് സ്വരൂപ വിരൂപ നാനൈക മുഖപ്രവാദാഹ. സ്വരൂപമാണെന്നും വിരൂപമാണെന്നും നാനാവാണെന്നും ഏകമാണെന്നും എന്നുള്ള അനേക വാദങ്ങളൊന്നും ആവശ്യമില്ല. സ്വരൂപത്തിൽ സ്വാഭാവികമായി സിദ്ധമായ വസ്തുവിൽ നിഷ്ഠ ഏർപ്പെടട്ടെ എന്നാണ്. അതാണ് വേണ്ടത്. അവിടെ ആ ക്വയറ്റിറ്റ്യൂഡിൽ നമുക്കൊരു സിദ്ധാന്തവുമില്ല. ആ ക്വയറ്റിറ്റ്യൂഡിൽ ഒരു മതവുമില്ല, ഒരു ജാതിയുമില്ല, ഒരു വംശവുമില്ല, ഒരു രാഷ്ട്രവുമില്ല. അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. യോഗത്തിൽ ദ്രഷ്ടു സ്വരൂപേ അവസ്ഥാനം. അവനവന്റെ സ്വരൂപത്തിൽ ശാന്തിയിൽ നിറഞ്ഞിരിക്കുമ്പോ നമുക്ക് ഈ ഇന്റലക്ച്വൽ ഹെൽപ്പൊന്നും ആവശ്യമേ ഇല്ല, ബുദ്ധിയുടെ ഹെൽപ്പൊന്നും ആവശ്യമേ ഇല്ല. അതാണ് വേണ്ടത്. അതല്ലാതെ ഉള്ള വാദങ്ങളൊക്കെ എന്താണ്? മായാവിലാസ. അത് വെറും മായൈ ചഴക്ക് ഒഴിക എന്നാണ് ഭഗവാൻ പറയുന്നത്. മായൈ ചഴക്ക്, മായയുടെ വിലാസമാണ്. വേണ്ടാത്ത യുക്തിവാദത്തിലൊന്നും പോയി പെട്ടുപോകരുത്. ചില കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം നമുക്ക് അധ്യാത്മ പുരോഗതി വേണമെങ്കിൽ. ഒന്ന്, അനുഭൂതിമാന്മാരായി സത്യം കണ്ടെത്തിയവരുടെ കൃതികളെ വായിക്കാൻ പാടുള്ളൂ. സ്വയം സത്യദർശികളാണെന്ന് നല്ല ഉറപ്പുള്ളവരുടെ, അങ്ങനെയുള്ളവരുടെ കൃതികളെ വായിക്കാൻ പാടുള്ളൂ. അതുമാത്രമേ സത്സംഗം ആവുകയുള്ളൂ. അധ്യാത്മമാസികകൾ കഴിയുന്നതും വായിക്കരുത്. കാരണം മാസികകൾ നടത്തുന്നവരെയൊക്കെ നമുക്കറിയാം. അവർക്ക് എഴുതാൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ പലരെയും വിളിച്ച് ഫോണിൽ വിളിച്ച് ഒന്നോ എഴുതിത്തരൂ എന്ന് പറഞ്ഞ് ഓരോരുത്തർ എഴുതി, അവരും ഭാവം അറിയില്ല, പലരോടും ചോദിച്ച് എഴുതിയിട്ട് കൊടുത്തിട്ടാണ് മാസികകളിലൊക്കെ പ്രകാശിപ്പിക്കുന്നത്. മാസിക നടത്തുന്നവരൊക്കെ നല്ല നല്ല സംഘടനയിൽ വന്നവർക്ക് അവരവരുടെ പൂർവാചാര്യന്മാരുടെ മാത്രം ഇട്ടാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചില മാസികകളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ആരെയും പേരെടുത്ത് പറയണ്ട. ചില മാസികകളൊക്കെ മഹാത്മാക്കളുടെ വാക്കുകൾ മാത്രം, സ്വയം സത്യം കണ്ടെത്തിയവരുടെ വാക്കുകൾ മാത്രമായി പ്രകാശിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാസികകളൊക്കെ പ്രയോജനപ്പെടും. അത് ദൂഷ്യം ചെയ്യില്ല. അപ്പൊ നമുക്ക് അല്പല്പം മാസാമാസം കിട്ടുമ്പോ അവരുടെ വാക്കുകൾ മാത്രം കിട്ടുന്നത് കൊണ്ട് കുഴപ്പമുണ്ടാവില്ല. അല്ലാതെ വെറും ബുദ്ധിയുടെ വ്യാപാരമായിട്ട് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ആകെപ്പാടെ കൺഫ്യൂഷൻ ഉണ്ടാക്കിവിടും. അതൊക്കെ മായാവിലാസ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അതൊക്കെ മായാവിലാസമാണ്. പിന്നെ സിദ്ധാന്തം അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ശാങ്കര ഭാഷ്യം പോലും സാധാരണ സാധകന്മാർക്ക് ആവശ്യമില്ല.
അതൊക്കെ പണ്ഡിതന്മാർക്ക് വേണ്ടിയാണ്. ആചാര്യസ്വാമികളുടെ വിവേക ചൂടാമണി, ആത്മബോധം, അപരോക്ഷാനുഭൂതി, മനീഷാ പഞ്ചകം, ദക്ഷിണാമൂർത്തി സ്തോത്രം മുതലായ പ്രകരണ ഗ്രന്ഥങ്ങളിലുള്ള പ്രൗഢിയും രുചിയും ആത്മാനുഭവവും ഭാഷ്യങ്ങളിലില്ല. ഭാഷ്യങ്ങൾ യുക്തിയാണ്. ഭാഷ്യങ്ങളിൽ ബുദ്ധിക്കാണ് പ്രാബല്യം കൂടുതൽ. ഭാഷ്യത്തിൽ പൂർവപക്ഷവും സിദ്ധാന്തവും ഒക്കെയാണ്. അതൊന്നും സാധകന്മാർക്ക് ആവശ്യമില്ല. അപ്പോ അതിലേക്ക് പോലും പോകേണ്ട ആവശ്യമില്ല. വളരെ ജാഗ്രതയായിരിക്കേണ്ട കാര്യം അനുഭൂതിമാന്മാരായിട്ടുള്ളവരുടെ പുസ്തകങ്ങൾ മാത്രം വായിക്കുക. വേണമെങ്കിൽ അതും ഒരേ ലൈനില് നമ്മൾ സത്യം കണ്ടെത്തുന്നവരെ പല കാര്യങ്ങൾ ശേഖരിക്കാതെ, ആട് പുല്ല് തിന്നുന്ന പോലെ അവിടെ കടിച്ച് ഇവിടെ കടിച്ച് അവിടെ കടിച്ച് ചെയ്യാതെ ഒരേ ലൈനില് ഒരേ മാർഗത്തിൽ ഉള്ള ആളുകളുടെ, അതും അനുഭൂതി സ്വയം ഉള്ളവരുടെ ഗ്രന്ഥങ്ങൾ മാത്രം വായിക്കാം. മാസികകൾ വായിക്കരുത്. അപകടമാണ്. സാധാരണ കഥാപുസ്തകങ്ങൾ വായിച്ചാൽ കുഴപ്പമില്ല. അധ്യാത്മമാസികകൾ വായിച്ചാൽ കുഴപ്പമാണ്. അധ്യാത്മമാസികകൾ വായിക്കരുത്. ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അനാവശ്യമായി നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. പിന്നെ വെറുതെ പുസ്തകം എന്നുള്ളത് ഇങ്ങനെ ഇറക്കി വിടുന്നുണ്ട് ഇപ്പൊ നമുക്ക്. അപ്പോ വെറുതെ പുസ്തകങ്ങൾ വായിക്കുന്നതും നല്ലതല്ല. സെലക്റ്റഡ് ആയിട്ട്, ഓർഡർലി ആയിട്ട് വായിച്ചാൽ ഈ മായാവിലാസത്തിൽ നമ്മൾ കുടുങ്ങില്ല. അല്ലെങ്കിൽ എഴുതുന്ന ആള് എഴുതുമ്പോ ഏത് സ്റ്റേറ്റിൽ ഇരുന്നു കൊണ്ടാണോ എഴുതുന്നത് അത് വായിക്കുന്ന ആളിൽ വായിക്കുന്ന സമയത്ത് വരും. ഇത് നിഷേധിക്കാൻ കഴിയാത്തൊരു നിയമമാണ്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദന്റെ പ്രസംഗം നമ്മൾ ഇന്ന് ഇത്ര കാലം കഴിഞ്ഞ് അച്ചടിച്ചിട്ട് വായിക്കുമ്പോഴും അന്നു പറയുമ്പോ എന്ത് ബലം ഉണ്ടായിരുന്നു ആ ബലം ഇന്നും വരാൻ കാരണം അദ്ദേഹം പറയുമ്പോ ഈ വാക്കുകളൊക്കെ ഒരേ വാക്ക് തന്നെ, ഒരേ ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയാണ്. അത് ലാംഗ്വേജിലുള്ളതല്ല. ചിലരൊക്കെ പറയും അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് ആണ്. ആ ലാംഗ്വേജ് ഒന്നും വ്യത്യാസമൊന്നുമില്ല. ലാംഗ്വേജ് ഒക്കെ സാധാരണ ലാംഗ്വേജ് തന്നെ. പക്ഷെ അവര് പറയുമ്പോ പറയുന്ന സമയത്ത് ഏതവസ്ഥയിൽ നിന്നുകൊണ്ട് ഉച്ചരിച്ചോ ആ വാക്കുകൾ അത് മുഴുവൻ കാലാകാലത്തേക്ക് അതേപടി നിൽക്കും. വായിക്കുന്ന ആൾക്ക് പറയുന്ന ആളുടെ ഹൃദയത്തിനെ സ്പർശിക്കാൻ കഴിയും വായിക്കുമ്പോ. അതുകൊണ്ട് ആ എഴുതുന്ന ആള് എഴുതുന്ന സമയത്ത് വെറും ബുദ്ധിയുടെ മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് എഴുതുന്നതെങ്കിൽ നമ്മൾ വായിക്കുമ്പോ നമ്മളും വെറും സെറിബ്രൽ പ്ലെയിനിൽ നിന്നു പോകും. അതുകൊണ്ടാണ് 2-3 ദിവസം മുമ്പ് ചില ആളുകളുടെ പേരൊക്കെ എടുത്തു പറഞ്ഞത്. പലരും അതിൽ പോയി കുടുങ്ങുന്നത് കൊണ്ടാണ് പേരെടുത്ത് ചിലരുടെയൊക്കെ പറഞ്ഞത്. ആ സെറിബ്രൽ പ്ലെയിനിൽ നിന്നുകൊണ്ട് പറയുന്നവർ നമ്മളെ സെറിബ്രൽ പ്ലെയിനിലേക്ക് കൊണ്ടുപോകും. സൈക്കിക് പ്ലെയിനിൽ നിന്നുകൊണ്ട് പറയുന്നവർ നമ്മളെ സൈക്കിക് പ്ലെയിനിലേക്ക് കൊണ്ടുപോകും. ഇമോഷണൽ പ്ലെയിനിൽ നിന്നുകൊണ്ട് പറയുന്നവർ നമ്മളെ ഇമോഷണൽ പ്ലെയിനിലേക്ക് കൊണ്ടുപോകും. സ്പിരിച്വൽ പ്ലെയിനിൽ സ്വരൂപത്തിൽ നിന്നുകൊണ്ട് പറയുന്നവർ നമ്മളെ സ്വരൂപത്തിലേക്ക് കൊണ്ടുപോകും. നമുക്ക് തന്നെ അറിയാം. ഇതൊക്കെ നമ്മൾ തന്നെ നോക്കുമ്പോ അറിയാം. അതുകൊണ്ട് ഈ കാര്യത്തിൽ ജാഗ്രത അല്ലെങ്കിൽ മായാവിലാസ സദസത് സ്വരൂപ വിരൂപ നാനൈക മുഖപ്രവാദാഹ, മായാവിലാസമായി പോകും. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞാ, സഹസ്രാരം. ഇതൊക്കെ ഭാവനാമയമായിട്ട് 7 ചുറ്റോടുകൂടെ കുണ്ടലിനി മൂലാധാരത്തിൽ ഉറങ്ങുന്നു എന്നും അവിടെ നിന്നും ഉണർന്ന് ഓരോ ചക്രങ്ങളിലൂടെ പോകുമ്പോൾ ഓരോ ദേവതയും ഓരോ രൂപവും ധരിച്ച് സഹസ്രാരത്തിൽ ശിവനുമായി ലാസ്യതാണ്ഡവം ചെയ്യുന്നു എന്നൊക്കെ തന്ത്രശാസ്ത്രത്തില് പറയും. അതിൽ ഉണ്ടാവുന്ന അനുഭവം വേദാന്തമാർഗത്തിലും രാജയോഗമാർഗത്തിലും ഭക്തിമാർഗത്തിലൊക്കെ തുല്യമാണ്. പക്ഷേ അതിനെക്കുറിച്ചുള്ള ഭാവന വ്യത്യാസപ്പെടും. അത്രയേ ഉള്ളൂ. ഭാവനയൊക്കെ മനോമയമാണ്.
കുണ്ടലിനിയാണെന്നും ഓരോ ചക്രങ്ങൾ ഇന്ന വിധമാണെന്നും ഒക്കെ ഉള്ളതൊക്കെ ഭാവനയാണ്. ഭാവന മനോമയമാണ്. അത് തന്നെ ഭക്തന്മാരുടെ ഭാവത്തിൽ വേറെ വിധത്തിലായിരിക്കും. അത് തന്നെ ജ്ഞാനമാർഗത്തിൽ സപ്തഭൂമികകളായിട്ട് ഓരോ ഭൂമികാ തരണങ്ങളായിട്ട് പറയും. ഏതായാലും ആ പ്ലെയിൻസ്, മണ്ഡലം എല്ലാ ശാസ്ത്രത്തിലും തുല്യമാണ്. സാധാരണ ജീവൻ വളരെ ചുവട്ടിലാണ് സ്ഥിതി. ശരീരം മാത്രമേ ഉള്ളൂ. അവിടെ ഭൂമിതത്വം മാത്രമാണ്. ഭൂമിയുടെ ലക്ഷണമോ ഗന്ധം, ഘ്രാണമാണ്, മണം. മൃഗങ്ങളിൽ നമുക്കത് പ്രബലമായിട്ട് കാണാം. അവർക്ക് ഏറ്റവും പ്രബലമായിട്ടുള്ള വാസന ഗന്ധമാണ്. എന്തിനേയും മണത്തു നോക്കി കണ്ടുപിടിക്കും. മണത്തറിയാനുള്ള സെൻസ് വളരെ പ്രബലമാണ് അവരിൽ. ചില മനുഷ്യരുമുണ്ട്, എന്തും മണത്തിട്ടേ എടുക്കുകയുള്ളൂ, ഊണ് കഴിക്കും. കുറച്ച് രസവേദികളായിട്ട് കുറച്ച് മേലോട്ട് വരും. മഹീം മൂലാധാരേ കമപി മണിപൂരേ ഹുതവഹം. വികാരങ്ങളൊക്കെ ഒരുമാതിരി ഭാവപ്പെട്ടു വരുന്നതാണ് മേലെയുള്ള മണ്ഡലം. മനസ്സ് പ്രബലമാവുന്നതാണ് അതിനു മുകളിലുള്ള മണ്ഡലം. അതിനേക്കാളും മൂന്നാമത്തെ മണ്ഡലത്തിൽ അഹങ്കാരം രൂപം പൂണ്ട് പ്രത്യേക വ്യക്തിത്വമായി അനുഭവപ്പെട്ടു തുടങ്ങുന്നു. സ്വാധിഷ്ഠാനത്തിൽ, ഹൃദയസ്ഥാനത്തിൽ വരുമ്പോ അഹങ്കാരം തന്നെ ശുദ്ധരൂപത്തിൽ അനുഭവപ്പെട്ടു തുടങ്ങുന്നു. അവിടുന്നാണ് വിചാരപ്രക്രിയ തന്നെ ആരംഭിക്കുന്നത്. പക്ഷെ ആത്മവിചാരമും ഈ ജീവനെ യോഗികൾ പറയുന്ന വിശുദ്ധി ചക്രം വരെ കൊണ്ടുപോകുകയും ചിത്തശുദ്ധി ഉണ്ടാക്കുകയും കാമക്രോധാദി മലങ്ങളെയൊക്കെ നീക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് വിശുദ്ധമാവുന്ന ആ മണ്ഡലം വരെ കൊണ്ടുപോവുകയും അഹങ്കാരത്തിന്റെ ചലനം, ഓപ്പറേഷൻ, അതിന്റെ പ്രവൃത്തിയെ മുഴുവൻ നിരോധിക്കുകയും ചെയ്യും. നിങ്ങളിതൊന്നും മനസ്സിലാക്കണ്ട, കേട്ടാൽ മാത്രം മതി. അതിനുമേലെ അഹങ്കാരത്തിന് പോവാൻ പറ്റില്ല. അതാണ് ഭഗവാനും ആത്മവിചാരത്തിൽ പറയുന്നത്. ഞാൻ ആര് എന്ന് വിചാരം ചെയ്ത് ഞാൻ എവിടെ നിന്നുദിക്കുന്നു എന്ന് സൂക്ഷ്മമായി ശ്രദ്ധിച്ച് ആഴ്ന്നുള്ളിൽ മുങ്ങുമ്പോ ഞാൻ എന്നുള്ള അഹങ്കാര വൃത്തി ഉദിക്കുന്ന സ്ഥാനത്തിൽ അടങ്ങും. അവിടെ മറ്റൊന്ന് താൻ താനായി തോന്നും. തോന്നിയാലും അത് അഹങ്കാരമല്ല, പരമേവ പൂർണ്ണം എന്ന് പറഞ്ഞു. അതായത് അവിടെ തൊട്ട് അങ്ങട് കൃപയുടെ മണ്ഡലമാണ്. അവിടെ തൊട്ട് അങ്ങടുള്ള യാത്ര അഹങ്കാരത്തിനെ കൊണ്ട് പറ്റില്ല, പ്രവൃത്തി കൊണ്ട് പറ്റില്ല, പ്രയത്നത്തിനെ കൊണ്ട് പറ്റില്ല. ഇവിടെ ജ്ഞാനമാർഗം ഭക്തിമാർഗത്തിനോട് കൂടിച്ചേരുകയും ഭക്തി ജ്ഞാനത്തിനെ സ്വാംശീകരിക്കുകയും ചെയ്യും. അഹങ്കാരത്തിനെ മൂലത്തിൽ അടക്കി, ഒരു തരത്തിൽ പറഞ്ഞാൽ വിചാരത്തിലൂടെ ശരണാഗതി ചെയ്യൽ ആണ് ആത്മവിചാരം. വിചാരത്തിലൂടെ ശരണാഗതി ചെയ്ത ജീവനെ അതിനുശേഷം കാവ്യകണ്ഠ ഗണപതിമുനി പറയും, ചത്വാരിംശത് 40 ശ്ലോകങ്ങൾ രമണ മഹർഷിയെക്കുറിച്ച് എഴുതിയ കാവ്യകണ്ഠ ഗണപതി മുനി ഭുവനഭൂപതേർ ഭഗവതഃ കൃതേ ഭവസി പാചകോ യമവതാം വിഭോ. ഈ ആത്മവിചാര ഉപദേശം കൊണ്ട് രമണ ഭഗവാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഭുവനഭൂപതേഹേ ഭഗവതഃ കൃതേ ഭവസി പാചക. ഒരു പാചകക്കാരൻ എന്ത് ചെയ്യും?
പാചകം ചെയ്യുന്ന ആള് പച്ചക്കറികളൊക്കെ കൊണ്ടുവന്ന് അടുക്കളയിൽ അടുപ്പത്ത് വെച്ച് കുക്കിംഗ് നടത്തി നമുക്ക് ഭക്ഷണത്തിന് പാകമാക്കി സജ്ജീകരിച്ച് കൊണ്ടുവന്ന് വെക്കുന്ന പോലെ ഒരു സദ്ഗുരു നമ്മളെ സർവേശ്വരന് ഭക്ഷണമാക്കി പാചകം ചെയ്ത് സിദ്ധമാക്കി വെക്കുന്നു എന്നാണ്. പിന്നെ ഭക്ഷിക്കേണ്ടത് ആരുടെ ജോലിയാ? ഈശ്വരന്റെ ജോലിയാണ്. ഭക്ഷിക്കാൻ പാകം വരുത്തുക. എന്താ പാകം വരുത്തൽ? അഹങ്കാരം ഉദിക്കാതെ അടക്കി അഹമി താടയന് എന്നാണ്. അഹങ്കാരത്തിൽ അടിച്ചു താഴ്ത്തി അഹമി താടയന്, അഹങ്കാരത്തിൽ താടനം ചെയ്ത് അത് ഉദിക്കാതെ ആക്കി ഭുവനഭൂപതേഹേ ഭഗവതഃ കൃതേ ഭവസി പാചകോ. ഭുവനഭൂപതിയായ ഭഗവാന് ഭക്ഷിക്കാനുള്ള ഭക്ഷണമാക്കി സിദ്ധം ചെയ്ത് പരിപാകം ചെയ്ത് വെക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പോ അഹങ്കൃതിയുടെ മൂലാന്വേഷണം, ഈ മൂലാന്വേഷണം പരിപാകപ്പെടുത്താനുള്ള മാർഗമാണ്. അപ്പൊ ഇവിടെ വിശുദ്ധി ചക്രം വരെ വന്നാൽ അവിടുന്ന് അങ്ങട് ആജ്ഞയുടെ മാർഗമാണ്. എന്നുവെച്ചാൽ ഇച്ഛയുടെ മാർഗമല്ല എന്നർത്ഥം. എത്ര കണ്ട് പ്രബലമായി യോഗത്തില് ഭഗവത് പ്രാപ്തിയിൽ ഈ ജീവൻ ഇച്ഛയുണ്ടോ, ആത്മസാക്ഷാത്കാരത്തിന് പ്രബലമായ ഉത്കടമായ ഇച്ഛയുണ്ടോ, അത്രയും ഉയർന്ന് പോകും. പക്ഷെ ഒരു ഘട്ടത്തിൽ ഈ ഇച്ഛയെ വിട്ട് ആജ്ഞയെ ആശ്രയിക്കുക. അതുകൊണ്ടാണ് എപ്പോഴും ഒരു സാധകന് ആദ്യം മുതൽക്ക് തന്നെ അവന്റെ ഇച്ഛയ്ക്കും അവന്റെ സങ്കല്പത്തിനും അവന്റെ ഇഷ്ടത്തിനും പ്രാമുഖ്യം കൊടുക്കാതെ ഭഗവാന്റെയോ സദ്ഗുരുവിന്റെയോ ഇച്ഛയ്ക്ക് വഴങ്ങിക്കൊണ്ട്, ഭഗവാന്റെയോ സദ്ഗുരുവിന്റെയോ ഇച്ഛ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? നമ്മൾ ഇച്ഛിക്കുന്നത് അല്ലാതെ എന്ത് നടക്കുന്നുവോ അതാണ് ഇച്ഛ, ഭഗവത് ഇച്ഛ എന്ന് പറയുന്നത്. പരേച്ഛ എന്ന് പറയും. പരേച്ഛയൊക്കെ സ്വേച്ഛയല്ലെങ്കിൽ അത് ഭഗവത് ഇച്ഛയായിട്ട് എടുത്തോളുക. അത് അഹങ്കാരത്തിന് നല്ല മറുമരുന്നാണ്. തന്റെ ഇച്ഛയല്ലെങ്കിൽ അതൊക്കെ ഗുണം ചെയ്യും. തന്റെ ഇച്ഛ എല്ലാവിധത്തിലും, അത് നല്ല ഇച്ഛയാവട്ടെ ചീത്ത ഇച്ഛയാവട്ടെ, ദൂഷ്യം ചെയ്യും. ആധ്യാത്മികമായ ഇച്ഛയാണെങ്കിലും ദൂഷ്യം ചെയ്യും. ആധ്യാത്മികമായ ഇച്ഛയാണെങ്കിലും അഹങ്കാരം പ്രബലമായിട്ട് നിൽക്കും. അപ്പോ ഒരു ഘട്ടത്തിന് ശേഷം ഈ ജീവന്റെ ഇച്ഛാശരീരം, ഇച്ഛാമയമായ ശരീരം പരിപൂർണമായും സംശുദ്ധമാകുന്നത്, അതാണ് വിശുദ്ധി ചക്രം. ആ ചക്രത്തിൽ പരിപൂർണമായി ഇച്ഛാമയമായ ശരീരം വിശുദ്ധമാകുമ്പോ ഈശ്വരന്റെ ആജ്ഞയ്ക്ക് ആ സ്ഥലത്തിനെയാണ് സാധാരണ ആളുകൾക്കും കവികൾക്കും മറ്റുമൊക്കെ അപ്പോഴിപ്പോഴൊക്കെ കുറച്ച് ഇൻറ്റ്യൂഷനൊക്കെ വരും. ഇൻറ്റ്യൂഷൻ എന്ന് നമ്മൾ പറയണത് മനസ്സിനപ്പുറം ഒരു മണ്ഡലത്തിൽ നിന്നും വരുന്ന ഒരിക്കലും തെറ്റാത്ത ഒരു ആജ്ഞാശക്തിയെ ആണ് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ ആ ആജ്ഞാശക്തി എപ്പോഴെങ്കിലുമൊക്കെ ഒരു മനസ്സിൽ ഒരു വിടവുണ്ടാകുമ്പോൾ അതിലൂടെ കടന്നു വരുന്നതാണ് സാധാരണ ആളുകൾക്ക്. പക്ഷേ ഈ ആജ്ഞാചക്രത്തിൽ ഇരിക്കുന്ന വളരെ ഉയർന്ന യോഗികൾക്ക് ആ ചക്രത്തിൽ ഇരുന്നു കൊണ്ട് മാത്രമേ ലോകവ്യവഹാരം ചെയ്യാൻ പറ്റുള്ളൂ. അതിനു മേലെയുള്ള സ്ഥലങ്ങളിലൊന്നും വ്യവഹാരം സാധ്യമല്ല. ആ ചക്രത്തിലിരിക്കുന്ന യോഗികൾക്ക് അവർ മനസ്സുകൊണ്ടല്ല ജീവിക്കുന്നത്, ബുദ്ധി കൊണ്ടല്ല ജീവിക്കുന്നത്, ഇച്ഛ കൊണ്ടും അല്ല ജീവിക്കുന്നത്. അവർക്ക് ഇൻസ്റ്റിങ്ക്റ്റ് പ്രധാനമല്ല, ഡിസയർ അവർക്ക് പ്രധാനമല്ല, ഇന്റലക്ച്വൽ കോജിറ്റേഷനും അവർക്ക് പ്രധാനമല്ല. അതിനുമേലെ ഉള്ള ഒരു നമ്മള് സാധാരണ എപ്പോഴെങ്കിലുമൊക്കെ വീണ് കിട്ടുന്ന ഇൻറ്റ്യൂഷൻ അവർക്ക് സ്വഭാവസിദ്ധമാണ്. സദാ അതാണ് അവരെ നയിക്കുന്നത്. സകല ചലനത്തിനും ആ ശക്തിയാണ് അവരെ നയിക്കുന്നത്. രമണ ഭഗവാൻ ഇടയ്ക്കൊക്കെ പറയും, ഭഗവാനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോ, ഭഗവാൻ സ്കന്ധാശ്രമത്തിൽ നിന്നും എന്തിന് ചുവട്ടിൽ രമണാശ്രമത്തിലേക്ക് എന്തിന് ഇറങ്ങി വന്നു എന്ന് ചോദിച്ചപ്പോ, ഏത് ശക്തിയാണോ എന്നെ
മധുരയിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതേ ശക്തിയുടെ ആജ്ഞയനുസരിച്ചാണ് ഞാൻ ചുവട്ടിൽ വന്നത്. ആ ശക്തി എന്താണ്? മൈൻഡ്, മനസ്സ് വെച്ചുകൊണ്ട് നോക്കിയാൽ ആ ശക്തി നമുക്ക് പിടികിട്ടില്ല. ആ ശക്തിയാണ് ഈശ്വരേച്ഛ എന്ന് പറയുന്നത്. നമ്മള് സാധാരണ ആളുകൾ സാധാരണ ഈശ്വരേച്ഛ ഈശ്വരേച്ഛ ഒക്കെ പറയും. പക്ഷെ അതൊക്കെ നമ്മളുടെ മനസ്സ് കലർന്ന ഈശ്വരേച്ഛയാണ്. യഥാർത്ഥ ഈശ്വരേച്ഛ, ഭഗവാന്റെ ഇച്ഛാശക്തി നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ ഒരു സാധനയും കൂടാതെ ജീവൻ വിമുക്തമാകും. ഭഗവാന്റെ ഇച്ഛാശക്തി, അതിന് നമുക്ക് അധികമൊന്നും ഉദാഹരണങ്ങൾ പറയാൻ പറ്റില്ല. രമണ മഹർഷിയുടെ ജീവിതം നമുക്ക് തികച്ചും ഉദാഹരണമായിട്ട് പറയാം. കാരണം അവിടെ സ്വേച്ഛയാ ഒരു സാധനയുമില്ല. 17ാമത്തെ വയസ്സ് മുതൽ 71ാമത്തെ വയസ്സ് വരെ ഈശ്വരേച്ഛയേ ഉള്ളൂ. ഉൻ ഇഷ്ടം എൻ ഇഷ്ടം. ഭഗവാൻ ഒരു പാട്ടിൽ പറയണുണ്ട്, ഉൻ ഇഷ്ടം എന്നിഷ്ടം. ഇനി എന്റെ ഇഷ്ടമില്ല എന്നാണ്. എന്റെ ഡിസയർ, എന്റെ ഐഡിയാസ്, എന്റെ കൺവിക്ഷൻ, ഇതൊന്നും യാതൊരു വിധത്തിലും പ്രധാനമല്ല. ഉൻ ഇഷ്ടം, ഭഗവാന്റെ ആജ്ഞ, ഭഗവാന്റെ ഇച്ഛ, ഭഗവാന്റെ ഓർഡർ. ആ ഓർഡറിന് വഴങ്ങി ഈ ശരീരത്തിനെയും മനസ്സും ഒക്കെ, മനസ്സ് പിടിച്ചു നടത്തുന്ന ശരീരത്തിനെ ആജ്ഞാശക്തി നടത്തുന്നു. അപ്പോഴാണ് അവരെ ജീവൻ മുക്തന്മാർ, കാരകപുരുഷന്മാർ എന്നൊക്കെ പറയണത്. അവിടെയാണ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കണില്ല, അവർക്കൊന്നും നേടിയെടുക്കാനില്ല, ഒന്നും പ്രാപിക്കാനില്ല. അവരുടെ ശരീരം കൊടുങ്കാറ്റിൽപ്പെട്ട ഒരു പുല്ല് എങ്ങനെ പറന്നു പോകുമോ അതുപോലെയാണ് ആ മഹാശക്തിയുടെ കയ്യില്. അത് ചലിപ്പിക്കുന്നതിനനുസരിച്ച് ചലിക്കുകയും പ്രവർത്തിപ്പിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ആത്മവിചാരം കൊണ്ട് സംശുദ്ധമായി, തപസ്സുകൊണ്ട് ശുദ്ധമായ ഒരു ജീവന് മാത്രമേ ഇതൊക്കെ അനുഭവത്തിൽ സാധ്യമാവുള്ളൂ, സ്വാനുഭൂതിയിൽ സാധ്യമാവുള്ളൂ. ആത്മവിചാരം തന്നെ ചിലപ്പോൾ ഒരുതരം ശാന്തിയിലും നിശ്ചലതയിലും കൊണ്ടുവന്ന് നിർത്തും. പക്ഷെ നിശ്ചലതയിൽ കൊണ്ടുവന്ന് നിർത്തിയാലും ഈ ജീവന് വാസനയും അഹങ്കാരവും ബാക്കിയുണ്ടെങ്കിൽ യാത്ര പൂർണ്ണമാവില്ല. അവിടുന്ന് നിഷ്ഠ ഉണ്ടാവണം. അത് അല്പം ഒരു ശാന്തി തൊട്ടുനോക്കിയിട്ട് വന്നതായിക്കൂടാ. അതിൽ സ്വഭാവസിദ്ധേ അനുപലഭ്യനിഷ്ഠാം, അതിൽ നിഷ്ഠയുണ്ടാവാതെ വീണ്ടും മനസ്സും ബുദ്ധിയും ചലിക്കുകയാണെങ്കിൽ അനേക വികല്പങ്ങളും വിഷമങ്ങളും ഉണ്ടാകും. അതില്ലാതിരിക്കാനാണ് ശരണാഗതിയോടുകൂടെ തന്നെ സാധന ചെയ്യണം ആദ്യം മുതൽ. അപ്പൊ നമ്മൾ ഒരിടത്തും വഴിതെറ്റിപ്പോവില്ല. ഗീതയിൽ ഭഗവാൻ പറയുന്നു, മാം ആശ്രിത്യയതന്തി തേ ബ്രഹ്മ തദ്വിദുഹു കൃത്സ്നം അധ്യാത്മം കർമ്മ ച അഖിലം. ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് തപസ് ചെയ്യുന്നവർ ബ്രഹ്മത്തിനെ അറിയും. എന്നുവെച്ചാലോ അക്ഷരത്തിനെ അറിയും, അധ്യാത്മത്തിനെ അറിയും. അധ്യാത്മത്തിനെ അറിയും എന്നുവെച്ചാൽ അവരെ നിയന്ത്രിക്കുന്ന ശക്തിയെ അറിയും. കർമ്മത്തിനെ, അവർക്ക് എന്തൊക്കെ പ്രാരബ്ധമുണ്ട് എന്നുള്ളതൊക്കെ അവർക്കറിയും. എല്ലാ വിധത്തിലും അവരുടെ കൺട്രോൾ അധിയജ്ഞ രൂപത്തിൽ ഹൃദയത്തിൽ ഇരിക്കുന്ന ഭഗവാന്റെ കയ്യിലായിട്ട് തീരും. അത് പോട്ടെ. അപ്പോ ഇത്രയും പറഞ്ഞ് സ്വഭാവസിദ്ധേ അനുപലഭ്യനിഷ്ഠാം ഹൃത് പ്രാപ്യ സദ്ധാമ നിജസ്വരൂപേ. ഹൃദയത്തിൽ സദ്ധാമം, സത്തിന്റെ ധാമം, ഇരിപ്പിടമായ തന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ നിഷ്ഠനാവാതെ, ഉള്ളത് ഇല്ലാത്തത്, സഗുണം നിർഗുണം നിരാകാരം സാകാരം എന്നൊക്കെ പറയുന്നത് മായാവിലാസമാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. ഇനി അടുത്തത്, അടുത്ത ശ്ലോകം, സിദ്ധസ്യ വിത്തിഹി സതയേവ സിദ്ധിഹി സ്വപ്നോപമാനാഹ ഖലു സിദ്ധയോന്യാഹ സ്വപ്നഃ പ്രബുദ്ധസ്യ കഥം നു സത്യഃ സതിസ്ഥിതഃ കിം പുനരേതി മായാം. சித்தமாய் உள்பொருளை தேர்ந்திருத்தல் சித்தி பிற சித்தியெல்லாம் சொப்பனமார் சித்திகளே. நித்திரை விட்டு ஓர்ந்தால் அவை மெய்யோ உண்மை நிலை நின்று பொய்மை
തീர்த்தாർ തിയങ്കുവരോ തേർ. സിദ്ധികളിൽ ഒരു ഭ്രമം ആളുകൾക്ക്. എന്തെങ്കിലുമൊക്കെ സിദ്ധി ഉണ്ടായാൽ അവർ വലിയ ആളുകളാവും. അധികവും അധ്യാത്മലോകത്തിൽ സിദ്ധികളിലൂടെ എങ്ങനെ മഹാത്മാക്കൾ പോലും അറിയപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ കാരുണ്യം, ദയ, അമാനിത്വം, ദമ്പമില്ലായ്മ, ശാന്തി, പ്രിയം, സമഭാവം കൊണ്ട് അറിയപ്പെട്ടിട്ടില്ല. സാധാരണ ജനങ്ങൾക്ക് ഇതിനൊന്നും വിലയില്ല. സാധാരണ ജനങ്ങളുടെ ഇടയിൽ വില വരണമെങ്കിൽ ആകാശത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം, ഉണ്ടാക്കണം. സിദ്ധികൾക്കാണ് എല്ലായിടത്തും വില. സിദ്ധികൾ പിന്നെ ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ തന്നെ സിദ്ധി എന്ന് തന്നെയാണ് അധികം പേരുടെയും ധാരണയും. അതുകൊണ്ട് സിദ്ധികൾ ഉണ്ടാവും എന്ന് ധരിച്ച് പല ആളുകളും അങ്ങനെയുള്ള ആളുകളോട് ചെന്ന് വിഷമങ്ങൾ പറയുകയും കഷ്ടങ്ങൾ പറയുകയോ ഒക്കെ ചെയ്യും. നാരായണ ഗുരുസ്വാമി മരുത്വാമലയിൽ തപസ് ചെയ്തു. എന്തിനാ അദ്ദേഹം തപസ് ചെയ്തത്? സിദ്ധി ഉണ്ടാക്കാനൊന്നുമല്ല. ജ്ഞാനവിചാരം ചെയ്തു. ഏകാന്തത്തിലിരുന്ന് ആത്മവിചാരം ചെയ്ത് ജ്ഞാനിയായി ഇറങ്ങി വന്ന് അരുവിപുറത്ത് വന്നിരുന്നപ്പോ സാധാരണ ജനങ്ങൾ പലരും വ്യാധിഗ്രസ്തരായിട്ടും മറ്റുമൊക്കെ അദ്ദേഹത്തിനടുത്ത് വരും. അതിനൊക്കെ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്യും, മാറും. അങ്ങനെ സ്വാമികളുടെ സിദ്ധിയിലൂടെയാണ് സ്വാമി പ്രചാരമായത് സാധാരണ ആളുകളുടെ ഇടയിൽ. വാസ്തവത്തിൽ ഏകദേശം അടുത്ത കാലം വരെ നാരായണ ഗുരു ആളുകൾക്ക് മനസ്സിലാവുന്ന വല്ലത് എഴുതിയിട്ടുണ്ടെന്ന് തന്നെ ആളുകൾ ധരിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ ജ്ഞാനം സാധാരണ ആളുകളുടെ ഇടയിൽ അറിയപ്പെട്ടിരുന്നതേയില്ല. അദ്ദേഹം പ്രചാരം ചെയ്തിരുന്ന ആ വട്ടത്തിലും സിദ്ധിക്കായിരുന്നു പ്രാമുഖ്യം. പക്ഷെ അവസാനമായി സ്വാമിക്ക് സൂക്കേട് പിടിച്ചപ്പോ, സ്വാമിക്ക് പലവിധത്തിലുള്ള ശാരീരിക വിഷമങ്ങളൊക്കെ വന്നപ്പോ വളരെ ബുദ്ധിശാലികളായിട്ടുള്ള പല ആളുകൾ പോലും സ്വാമിയെ സംശയിച്ചു അത്രേ. അപ്പൊ ഈ സിദ്ധി കാണിച്ചതൊക്കെ എന്താണ്? ഇതാണ് കള്ളത്തിൽ വിശ്വസിക്കുക എന്ന് പറയണത്. സിദ്ധന് രണ്ടു വിധത്തിൽ സിദ്ധിയുണ്ട്. ഒന്ന് ജ്ഞാനം കൊണ്ടുവരുന്ന സിദ്ധി. അണിമാതി സിദ്ധികളൊക്കെ ജ്ഞാനം കൊണ്ടുവരും, പക്ഷെ ജ്ഞാനി അറിയില്ല. ജ്ഞാനിക്ക് ശരീരവും പ്രപഞ്ചവും തന്നെ ഉണ്മയല്ല എന്നിരിക്കെ ഈ സിദ്ധി ഉണ്മയാവുമോ? അതാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്, സ്വപ്നോപമാനാഹ സിദ്ധയഃ. സിദ്ധികളൊക്കെ ജ്ഞാനിക്ക് സ്വപ്നം പോലെയാണ്. സിദ്ധി മെനക്കെട്ട് സാധന ചെയ്തുണ്ടാക്കുന്നവരുണ്ട്. ചില മന്ത്രമൊക്കെ ജപിച്ച് സിദ്ധി ഉണ്ടാക്കും. ആ സിദ്ധന് ഒരു സമാധാനവും കൊടുക്കില്ല. വെറും മാജിക് ഷോ ആണ്. അതായത് കാണുന്നവർക്ക് ആശ്ചര്യപ്പെടാനും അതിശയിക്കാനും കാണുന്നവർക്ക് ചില പ്രയോജനങ്ങൾ ഉണ്ടാവാനും പറ്റുമെന്നല്ലാതെ സിദ്ധി ചെയ്യുന്ന സിദ്ധന് മനസമാധാനമില്ലാതാവാൻ അല്ലാതെ ആ സിദ്ധികൾ ഒന്നും പ്രയോജനപ്പെടില്ല. അന്തരായാഹ ഖലു സിദ്ധയാഹ. പതഞ്ജലി മഹർഷി പറയുന്നു, സമാധൗ ഉപസർഗാഹ വ്യുത്ഥാനദശായാം സിദ്ധയഃ എന്നാണ്. അതായത് ആത്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കുന്ന ജ്ഞാനികൾ ഉള്ളിൽ ചില തടസ്സങ്ങൾ കാണും, ചില വിഘ്നം. ആ വിഘ്നഘട്ടത്തിൽ ഇവർ എഴുന്നേറ്റാൽ അവർക്ക് എഴുന്നേറ്റ അവസ്ഥയിൽ ഈ വിഘ്നങ്ങൾ സിദ്ധികളായിട്ട് പുറത്തേക്ക് വരും. അപ്പൊ വാസ്തവത്തിൽ വിഘ്നങ്ങളാണ്. അവരുടെ ഉള്ളിലുള്ള ചില കുഴപ്പങ്ങൾ ചിലപ്പോൾ പുറത്തേക്ക് സിദ്ധികളായിട്ട് വരും. അപ്പൊ ഈ സിദ്ധികളൊന്നും ഒരു കാരണവശാലും ശ്രദ്ധിക്കേണ്ടവയോ ഉപയോഗപ്പെടുത്തേണ്ടവയോ അല്ല. വലിയ സിദ്ധൻ ഒരാളുണ്ടായിരുന്നു, സിദ്ധരാമൻ എന്ന് തന്നെ അദ്ദേഹത്തിന് പേര്. അദ്ദേഹത്തിന് സിദ്ധി വരാൻ കാരണം ഒരുപാട് യോഗസാധനകളൊക്കെ ചെയ്ത് സിദ്ധനാണ്. ദിവസം ഒരു അമ്പലം ഉണ്ടാക്കും, അഭിഷേകം ചെയ്യും, കുംഭാഭിഷേകം ചെയ്യും. ദിവസം എന്നുവെച്ചാൽ അദ്ദേഹത്തിന്റെ ചുവട്ടിൽ പല സ്ഥലങ്ങളിലായി ശിവക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നുണ്ടാവും. ദിവസം ഓരോ ക്ഷേത്രത്തിന് കുംഭാഭിഷേകം ചെയ്യും. വലിയ സിദ്ധനാണ്. അങ്ങനെ ഇരിക്കുമ്പോ അല്ലമ്മ പ്രഭു പ്രഭുലിംഗലീല എന്ന് പറഞ്ഞ്
കർണാടകത്തിലുള്ള ചരിത്രമാണ്. അല്ലമപ്രഭു, ഒരു മഹാജ്ഞാനിയായ അല്ലമപ്രഭുവിന് ഭഗവാൻ ആജ്ഞ കൊടുത്തു ഈ സിദ്ധരാമനെ ചെന്ന് പിടിക്കാനായിട്ട്. അപ്പൊ അല്ലമപ്രഭു വരുമ്പോ ഒരമ്പലത്തിൽ ഈ സിദ്ധരാമൻ കുംഭാഭിഷേകത്തിന് ഏർപ്പാടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അല്ലമപ്രഭു അവിടെ വന്നിട്ട് ഇവിടെ എന്താ നടക്കണമെന്ന് ചോദിച്ചു. അപ്പൊ വളരെ ബഹുമാനത്തോടുകൂടെ ഈ സിദ്ധരാമന്റെ ശിഷ്യൻ ഒരാൾ പറഞ്ഞു, ഞങ്ങളുടെ ഗുരു അമ്പലം കെട്ടി കുംഭാഭിഷേകം ചെയ്യാണ്. ഓഹോ. അദ്ദേഹം ദിവസം ഓരോ അമ്പലത്തിന് കുംഭാഭിഷേകം നടത്തും. പല സ്ഥലങ്ങളിലായി അദ്ദേഹത്തിന്റെ ചുവട്ടിൽ ക്ഷേത്ര നിർമ്മാണം നടക്കുന്നുണ്ട്. ഓ, അപ്പൊ കെട്ടുപണിയാണ് ജോലി അല്ലേ? ഈ ശിഷ്യന് ദേഷ്യം വന്നു. എന്താന്ന് വെച്ചാൽ അല്പം പോലും ബഹുമാനമോ ഭക്തിയോ കാണിക്കാതെ അപ്പൊ നിങ്ങളുടെ ഗുരു കെട്ടുകാരനാണ് അല്ലെ? കെട്ടുപണിയാണ്. ആ കെട്ടുകാരനെ ഒന്നും ഇങ്ങോട്ട് വരാൻ പറയുമോ? ശിഷ്യന്മാർക്ക് ദേഷ്യമായി. ഞങ്ങളുടെ ഗുരുവിനെ കുറിച്ച് അറിയാതെയാണ് ഈ വന്നു നിൽക്കുന്ന അല്ലമപ്രഭു ഉണങ്ങി തൂങ്ങി ഇപ്പൊ വീഴുവോ ഊതിയാന്നുള്ള പോലെ ഉണ്ട്. സിദ്ധരാമനെ അദ്ദേഹം വിളിച്ചു. അദ്ദേഹം നല്ല വെൽ ബിൽറ്റ് ബോഡി, ബലമായ ശരീരം. അല്ലമപ്രഭുവിന്റെ മുമ്പിൽ വന്നു നിന്നു. എന്താ വേണ്ടത് താങ്കൾക്ക് എന്ന് ചോദിച്ചു. അപ്പൊ അല്ലമപ്രഭു പറഞ്ഞു, താൻ എന്താ ചെയ്യണത്? കെട്ടുപണി കൊണ്ട് കെട്ടുകാരന്മാരാരും മുക്തരായതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. നിനക്കിതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി? ഈ ശരീരമേ ഒരു കെട്ടിടം, ആ കെട്ടിടം തന്നെ വാസ്തവമല്ലെന്ന് വിമുക്തി നേടേണ്ട നീ ഇനിയും എത്ര കാലം ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും? സിദ്ധരാമൻ ആദ്യമൊന്നും അടങ്ങിക്കൊടുത്തില്ല. അല്ലമപ്രഭുവിനോട് വാദിക്കുകയും യോഗത്തിന്റെ മഹിമയെ പറയുകയും ഒക്കെ ചെയ്തു. അവസാനം പറഞ്ഞു, ആ വാളുകൊണ്ട് എന്നെ വെട്ടു, എന്റെ സിദ്ധിയുടെ ബലം കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ഒരു അടുത്ത് നിൽക്കുന്ന ഒരു ആളെ കൊണ്ട് ഒരു വാളുകൊണ്ട് തന്റെ ശരീരത്തിൽ വെട്ടാൻ പറഞ്ഞു. വാള് ശരീരത്തിൽ ഏറ്റ് നല്ല വെങ്കലം കൊണ്ടുണ്ടാക്കിയ വിഗ്രഹത്തില് വാളുകൊണ്ട് വെട്ടിയാൽ എങ്ങനെ ശബ്ദം കേൾക്കുമോ അതുപോലെ ശബ്ദം. ഈ സിദ്ധരാമന് അത്രയധികം സിദ്ധി, കായസിദ്ധി എന്ന് പറയും. ശരീരം തന്നെ വല്ല പ്രതിമ പോലെ ആയിരിക്കണമെന്നാണ്. അപ്പോ തന്റെ മഹിമ കാണിച്ചു കൊടുത്തിട്ട് അല്ലമപ്രഭുവിനെ നോക്കുമ്പോ അല്ലമപ്രഭു പറഞ്ഞു, വേണ്ടില്ല, അമ്പലത്തിന് അത്യാവശ്യം തൂണ് കിട്ടിയിട്ടില്ലെങ്കിൽ നിൽക്കാം, താന്ന അമ്പലമുണ്ട്. അദ്ദേഹം ആ മഹിമ കണ്ട് അല്പം പോലും അന്താളിച്ചില്ല എന്നാണ്. ഈ കെട്ടിട അമ്പലത്തിൽ അത്യാവശ്യം ഒരു ദിവസം ഒരു തൂണ് തികഞ്ഞിട്ടില്ലെങ്കിൽ നിൽക്കാം, അത്രയും പ്രയോജനമുണ്ട്. എന്നാ എന്നെ ഒന്ന് വെട്ടിക്കളയൂ, ഞാനും വല്ല പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ നോക്കട്ടെ, ഈ ജ്ഞാനം കൊണ്ട് വല്ല പ്രയോജനം. അപ്പോ ആകെപ്പാടെങ്ങനെ ഉണങ്ങി തൂങ്ങിയിട്ടുണ്ട്. വേണ്ട, എന്നാലും വെട്ടു എന്ന് പറഞ്ഞു. വളരെ നിർബന്ധിച്ചപ്പോ ഇദ്ദേഹം വാളുകൊണ്ട് വെട്ടിയത്രേ. അദ്ദേഹം ആകാശ ശരീരനായിരിക്കുകയാണ്. വെട്ടിക്കഴിഞ്ഞാൽ ശരീരത്തിൽ കൂടെ വാള് ഉള്ളിൽ പോയി പുറത്തു വരണം, ഉള്ളിൽ പോയി പുറത്തു വരണം. ഈ മാജിക് ഷോയിലൊക്കെ കാണിക്കില്ലേ കിടത്തിയിട്ട്, അതുപോലെ അല്ലമപ്രഭുവിന്റെ ശരീരത്തിലൂടെ വാള് അകത്തുപോയി പുറത്തു വരും. ഈ സിദ്ധരാമന്റെ അഹങ്കാരത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി അങ്ങനെ ഒന്ന് കളിച്ചു, അത്രയേ ഉള്ളൂ. എന്നിട്ട് അദ്ദേഹം ആത്മവിദ്യയെ, ആത്മതത്വത്തിനെ ഉപദേശിച്ച് ഈ സിദ്ധരാമനോട് പറഞ്ഞു, ഇങ്ങനെ ശരീരബോധത്തിൽ വന്ന് നിൽക്കാനല്ല നമ്മളുടെ യോഗസാധന. യോഗസാധനയ്ക്കൊക്കെ പ്രയോജനം ആത്മസാക്ഷാത്കാരമാണ്, അല്ലാതെ ബാഹ്യ നേട്ടങ്ങളിൽ അഭിമാനിക്കാനോ ബാഹ്യമായി എന്തെങ്കിലും നേടാനോ വേണ്ടിയിട്ടല്ല ഈ യോഗസാധന എന്ന് ബോധിപ്പിച്ച് യഥാർത്ഥമായ ജ്ഞാനവിചാരത്തിലേക്ക്, സാധനയിലേക്ക് തിരിച്ചുവിട്ടു എന്നാണ് ഈ കഥ. അപ്പോ സിദ്ധസ്യ വിത്തിഹി സതയേവ സിദ്ധിഹി, സതഹ വിത്തിഹി ഏവ സിദ്ധസ്യ സിദ്ധിഹി. സത്തിന്റെ അറിവ്, സത്തിന്റെ അനുഭവം, ഉള്ള വസ്തുവിന്റെ അനുഭവം, ഉള്ള പൊരുളിന്റെ അനുഭവം, ഉള്ളതിൽ നിൽക്കൽ ആണ് യഥാർത്ഥ സിദ്ധി. സ്വപ്നോപമാനാഹ ഖലു സിദ്ധയ. ബാക്കിയുള്ള സിദ്ധികളൊക്കെ തന്നെ വെറും സ്വപ്നം പോലെയാണ്.
സ്വപ്ന പ്രബുദ്ധസ്യ കഥം നു സത്യ. സ്വപ്നം വിട്ട് ഉണർന്ന ആൾക്ക് സ്വപ്നം സത്യമാകുമോ? സ്വപ്നത്തിലിരിക്കുമ്പോൾ സ്വപ്നം സത്യം, സ്വപ്നം വിട്ട് ഉണർന്നു കഴിഞ്ഞാലോ സ്വപ്നം കള്ളമായിട്ട് മറഞ്ഞു പോകും. സ്വപ്ന പ്രബുദ്ധസ്യ കഥം നു സത്യ സതിസ്ഥിത. പ്രബുദ്ധൻ, പ്രബോധം എന്ന് വെച്ചാൽ ഇവിടെ എന്താ? സത്തിൽ ഇരിക്കലാണ് പ്രബോധം, അല്ലാതെ ഉണരാനൊന്നുമില്ല. ഇന്നലെ ഗീതയിൽ പറഞ്ഞത് ഓർമ്മിച്ചാൽ മതി. പ്രകൃതിസ്ഥൻ ആണെങ്കിൽ സ്വപ്നത്തിലാണ്, സ്വസ്ഥൻ ആണെങ്കിൽ പ്രബുദ്ധനാണ്. അപ്പോ സ്വസ്ഥം ആകുന്നവൻ, സതിസ്ഥിതൻ ആകുന്നവന് വീണ്ടും പ്രകൃതിയുടെ മോഹത്തിൽ അവൻ പെടില്ല. അപ്പോ സതിസ്ഥിത കിം പുനരേതി മായാം. സത്തിൽ സ്ഥിതനായവൻ, തന്നിൽ താനായി നിലകൊണ്ടവൻ പിന്നെയും ദൃശ്യത്തിൽപ്പെട്ട് സ്വപ്നത്തിനെ ഉണ്മയെന്ന് കരുതുമോ? അപ്പോ സത്തിൽ ഇരിക്കൽ എന്ന് വെച്ചാൽ ശാന്തി. ശാന്തിയാണ് എല്ലാത്തിനേക്കാളും വലിയ സിദ്ധി. ഭഗവത് പ്രാപ്തിയാണ് എല്ലാത്തിനേക്കാളും വലിയ സിദ്ധി. ശരണാഗതിയാണ് സിദ്ധി, അല്ലാതെ മറ്റ് സിദ്ധികളൊന്നും കാര്യമില്ല. മഹാരാഷ്ട്രത്തിൽ ജ്ഞാനേശ്വരന്റെ കാലത്ത് ചാങ്ദേവ് എന്ന് പറഞ്ഞ യോഗി ഉണ്ടായിരുന്നു. ആ യോഗിക്ക് ജ്ഞാനേശ്വരൻ സിദ്ധികളുടെ വ്യർത്ഥതയൊക്കെ ഉപദേശിച്ചു. അതെല്ലാരും കേട്ടിട്ടുള്ള കഥയായിരിക്കും. ചാങ്ദേവൻ പുലിയുടെ മേലെ ഇരുന്നു വന്നു അത്രയും. അപ്പൊ ഇത് ഈ കഥ പോലെ തന്നെ പുലിയുടെ മേലെ ഇരുന്ന് ജ്ഞാനേശ്വരനെ കാണാൻ വരികയാണ്. അതിനു മുമ്പ് ജ്ഞാനേശ്വരന് ഒരു കത്ത് കൊടുത്തയച്ചു ചാങ്ദേവൻ. ജ്ഞാനേശ്വരന്റെ മഹിമയെ അറിഞ്ഞിട്ട് ജ്ഞാനേശ്വരനെ എങ്ങനെ സംബോധന ചെയ്യണമെന്ന് അറിയുന്നില്ല അദ്ദേഹത്തിന്. അപ്പൊ ഒരു പത്രം എടുത്ത് അതിൽ പലതും എഴുതി വെട്ടി. മഹാത്മാ എന്ന് വിളിച്ചാൽ ഇദ്ദേഹത്തിന്റെ ഈഗോവിന് പറ്റില്ല. നമസ്കാരം എന്ന് പറയാൻ വയ്യ. അപ്പൊ ബ്ലാങ്ക് ആയിട്ട് അവസാനം ഒരു പത്രം കൊടുത്തയച്ചു അത്ര ജ്ഞാനേശ്വരൻ. ജ്ഞാനേശ്വരന്റെ കൊച്ചനുജത്തി മുക്താബായി, ചെറിയ കുട്ടി, ആ പത്രം നോക്കിയിട്ട് പറഞ്ഞു അത്രേ, കഷ്ടം, ഈ യോഗി 1400 വർഷം യോഗസാധന ചെയ്ത് ജീവിക്കുന്ന ആളാണ്. എന്നുവെച്ചാൽ ഓരോ 100 വർഷം കഴിയുമ്പോഴും യോഗം കൊണ്ട് പുതിയ ശരീരം ഉണ്ടാക്കും. 1400 വർഷം ജീവിച്ചിട്ട് അദ്ദേഹം ഇപ്പോഴും ബ്ലാങ്ക് പേപ്പറായിട്ട് ഇരിക്കുകയാണ്. അതിലാണ് ചാങ്ദേവോപസഷ്ടി എന്ന് പറഞ്ഞ് 40 ശ്ലോകങ്ങൾ ജ്ഞാനേശ്വരൻ ചാങ്ദേവന് ഉപദേശിച്ച് എഴുതി അയക്കുന്നത്. കാണാൻ വരുമ്പോ പുലിയുടെ മേലെ ഇരുന്നു കൊണ്ടാണ് വരുന്നത്. അപ്പോഴാണ് ജ്ഞാനേശ്വരൻ ഇരിക്കുന്ന ഒരു ചുമരിന്റെ മേലെ ഇരിക്കുകയായിരുന്നു. ചുമരിനെ നടക്കാൻ പറഞ്ഞു അത്രേ. ഈ കഥയൊക്കെ സത്യമാണോ എന്നൊന്നും ചിന്തിക്കണ്ട, എന്തും സാധിക്കും. മായയിൽ നമ്മൾ ശരീരമൊക്കെ കൊണ്ട് നടക്കുന്നത് തന്നെ വലിയ സിദ്ധിയാണ്. നിർഗുണ നിരാകാരമായ വസ്തു കാണുന്നു, കേൾക്കുന്നു, മണക്കുന്നു, രുചിക്കുന്നു, സ്പർശിക്കുന്നു, ഇത് തന്നെ സിദ്ധിയാണ്. അതുകൊണ്ട് എന്ത് സാധിക്കും, ഒന്നും ആശ്ചര്യമേ ഇല്ല. സാധിക്കുന്നു മാത്രമല്ല, കിം കിം ന വിസ്മരന്തീഹ മായാമോഹിത ചേതസഹ. ഇപ്പോ ഇവിടെ ഇരിക്കുന്ന ഞാൻ ആകാശത്തിലൂടെ പറന്നുപോയി നിങ്ങളുടെ മുമ്പിൽ ഒരു സിദ്ധി കാണിച്ച് നിങ്ങളൊക്കെ ആശ്ചര്യപ്പെടുകയും ഈ ഗേറ്റ് കടന്നതും അത് മറന്നുപോവുകയും ചെയ്യും. ഭാഗവതത്തിൽ ഭഗവാന്റെ ദിവ്യലീലകളെയൊക്കെ പറഞ്ഞിട്ട് ശുഖബ്രഹ്മ മഹർഷി പറയുന്നു, ഭഗവാൻ അദ്ഭുതമായ ഈ കാലം ബ്രഹ്മമോഹനം ചെയ്തിട്ട് ഈ കുട്ടികളൊക്കെ മറന്നുപോയി എന്ന് പറയാണ്. എന്താ സംഭവിച്ചത് എന്നുള്ളത്. അപ്പൊ എന്തുകൊണ്ട് മറന്നുപോയി? ഇത്ര വലിയ സിദ്ധി കണ്ടിട്ടും ഈ കുട്ടികൾ എങ്ങനെ പിന്നെയും മറന്നുപോയി എന്ന് വെച്ചാൽ കിം കിം ന വിസ്മരന്തീഹ മായാമോഹിത ചേതസഹ. മായയുടെ പിടിയിലിരിക്കുന്നവർ ഭഗവാന്റെ ലീലകളെ, വിസ്മയങ്ങളെ എന്തൊക്കെ തന്നെ കണ്ടാലും കുറച്ചു നേരം കഴിയുമ്പോഴേക്കും മറക്കും. കാരണം മറന്നാലേ മായയ്ക്ക് തന്റെ കൈവശത്ത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റൂ. ആ മറവി മായയുടെ ബലമാണ്. അപ്പോ എന്ത് സിദ്ധികൾ വേണമെങ്കിലും ഒക്കെ നടന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് അവിശ്വസിക്കുക എന്നുള്ളത് തന്നെ മായയുടെ ശക്തിയാണ്. അത് സംഭവിക്കൂ, എന്ത് സംഭവിക്കും, എന്തും സാധിക്കും എന്നുള്ള ബലത്തിൽ വന്നാൽ അത് തന്നെ നമ്മളുടെ ശ്രദ്ധാശക്തിയുടെ ബലമാണ്. ചാങ്ദേവന് ജ്ഞാനേശ്വരൻ ഉപദേശിച്ചു, സിദ്ധികളൊക്കെ
ഭ്രമിച്ചു പോവരുത്, സത്യസാക്ഷാത്കാരത്തിന് യത്നിക്കണം എന്ന് പറഞ്ഞ് ആ മുക്താബായി, ആ കൊച്ചുകുട്ടിയാണ് ഞാൻ ചാങ്ദേവന് ഉപദേശം. അപ്പോ സിദ്ധികൾ സ്വപ്നതുല്യമാണെന്നും സിദ്ധികളിൽ ഭ്രമിച്ചു പോകരുതെന്നും ഭഗവാൻ അവസാനമായി സദ്ദർശനത്തിൽ ഒരു താക്കീത്ത് പോലെ തരാണ്. സോഹം വിചാരോ വപുരാത്മഭാവേ സാഹായ്യകാരീ പരമാർഗണസ്യ സ്വാത്മൈക്യസിദ്ധൗ സ പുനഃ നിരർത്ഥഃ യഥാ നരത്വപ്രമിതിർ നരസ്യ. ഞാൻ ആത്മാവാണ്, ഞാൻ ബ്രഹ്മമാണ്, ഞാൻ ജനനമരണമില്ലാത്ത വസ്തുവാണെന്നൊക്കെ ഭാവന ചെയ്യൽ, ഇന്നലെ പറഞ്ഞുവല്ലോ ധ്യാനം, ആ ധ്യാനയോഗം ആത്മവിചാരത്തിന് സഹായമാണ്. സാഹായ്യകാരി പരമാർഗണസ്യ സ്വാത്മൈക്യസിദ്ധൗ, താൻ ആ ഉണർവാണ്, ബോധമാണെന്ന് കണ്ടു തുടങ്ങിയാൽ, ഈ ക്ഷണം ഉണ്ടായി തുടങ്ങിയാൽ സ നിരർത്ഥഃ. ആ ധ്യാനം ഭാവനയൊന്നും ആവശ്യമില്ല. തന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഭാവന? ഭാവനയൊക്കെ മനോമയ മണ്ഡലത്തിലാണ്. ഭാവനയൊന്നും ആവശ്യമില്ല. താൻ ഇന്നതാണെന്ന് അറിഞ്ഞ ആൾക്ക് പിന്നീട് ഭാവന ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. സ്വാത്മൈക്യസിദ്ധവും സ പുനഃ നിരർത്ഥഃ. എങ്ങനെ നിരർത്ഥം? നരത്വപ്രമിതി. ജനകനെ കുറിച്ചൊരു കഥ പറയും. ജനകൻ പൂന്തോട്ടത്തിലിരുന്ന് ജ്ഞാനം നേടിയ ശേഷവും ഒരു ഭ്രമത്തിൽ ഞാൻ ബ്രഹ്മമാണ്, ഞാൻ ആത്മാവാണ്, ബ്രഹ്മമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം അത്രേ. അപ്പൊ ഒരു ദിവസം ജനകൻ ധ്യാനിക്കാനിരിക്കുമ്പോ ഭയങ്കര ബഹളം അടുത്ത്. എന്താ ബഹളം നോക്കിയാൽ ഒരു ഭിക്ഷക്കാരൻ ബഹളം കൂട്ടുകയാണ്. കുറച്ചു നേരം ജനകൻ ശ്രദ്ധിച്ചില്ല. പിന്നെ ജനകൻ എഴുന്നേറ്റ് നോക്കി. അയാള് ഉറക്കെ പറയാണ്, ഞാൻ ഭിക്ഷക്കാരനാണ്, ഞാൻ ഭിക്ഷക്കാരനാണ് എന്ന് നിലവിളിക്കുകയാണ്. ഈ ദണ്ഡ് എന്റെയാണ്, ഈ ഭിക്ഷാപാത്രം എന്റെയാണ്, ഞാൻ ഭിക്ഷക്കാരനാണ്. കുറെ ബഹളം കേട്ടപ്പോ ജനകൻ ചോദിച്ചു, താൻ ഭിക്ഷക്കാരനല്ല എന്ന് ആരെങ്കിലും പറഞ്ഞു? താൻ എന്തിനാ ഇത് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കണത്? അപ്പൊ ആ ഭിക്ഷക്കാരൻ ജനകനോട് തിരിച്ചു ചോദിച്ചു അത്ര, അതന്നെയാ ഞാൻ തങ്ങളോടും ചോദിക്കണം, താങ്കൾ ബ്രഹ്മമല്ല എന്ന് ആരെങ്കിലും പറഞ്ഞു? ആത്മാ അല്ല എന്ന് ആരെങ്കിലും പറഞ്ഞോ? പിന്നെയും എന്തിനാ അത് പറയണത് എന്നാണ്. എന്നുവെച്ചാൽ സ്വഭാവസിദ്ധമായ സ്ഥിതിയിൽ ഇരിപ്പുണ്ടായാൽ പിന്നെ ഭാവനയുടെ സഹായം ബാലിശമാണ്. അപ്പോ ഭാവനയും ആവശ്യമില്ല. നാം ഉടലെன்று എണ്ണിനலை നാമതുവെன்று എണ്ണുമത് നാം അതുവായി നിற்பതற்கு നർത്തുണയേ. നമ്മള് ശരീരമാണെന്ന് വിചാരിക്കുമ്പോ ഞാൻ ബ്രഹ്മമാണ് എന്ന് ധ്യാനിക്കുന്നത് നല്ല തുണ, നല്ല സഹായമായിട്ട് തരും. നട്ടുണയേ. അതല്ലാതെ ശരീരപ്രജ്ഞ വിട്ട് ആത്മവിചാരം ചെയ്ത് തുടങ്ങിയ ആൾക്ക് പിന്നെ ഞാൻ ബ്രഹ്മമാണ്, ആത്മാവാണ് എന്നുള്ള ധ്യാനമൊന്നും ആവശ്യമില്ല. ഇനിയൊരു അവസാന ശ്ലോകങ്ങളിൽ മുഖ്യമായൊരു ശ്ലോകം സാധാരണ എല്ലാവരും ചൊല്ലും. സാധനയിൽ ദ്വൈതം ഉണ്ട്, ലക്ഷ്യത്തിലാണ് അദ്വൈതം. ഭഗവാൻ ആ വാദത്തിനെ നിരാകരിക്കുകയാണ്. ദ്വൈതം വിചാരേ പരമാർത്ഥബോധേതു അദ്വൈതം ഇത്യേഷന സാധുവാദഃ. ഇത്യേഷന സാധുവാദഃ ഗവേഷണാത് പ്രാഗ് ദശമേ വിനഷ്ടേ പശ്ചാച്ചലബ്ദേ ദശമത്വമേകം. ദശമന്യായം എന്ന് പറയും. അതായത് 10 ബുദ്ധിജീവികൾ എന്നുവെച്ചാൽ 10 മടയന്മാർ ഒരു നദി കടക്കാൻ പോയ കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും. നദി കടന്നു കഴിഞ്ഞപ്പോ അവർക്കൊരു സംശയം, ആരെങ്കിലും ഒരാൾ നഷ്ടമായിട്ടുണ്ടോ എന്ന്. അപ്പോ ഓരോരുത്തരും എണ്ണി നോക്കി. 1 2 3 4 5 6 7 8 9. ഒരാൾ പോയി. ഒരുത്തൻ പറഞ്ഞു, നിനക്ക് എണ്ണാൻ അറിയാതെയാണ്, ഞാൻ എണ്ണട്ടെ എന്ന് പറഞ്ഞു. അവനും എണ്ണി 1 2 3 4 5 6 7 8 9. ഒരാൾ കുറവ്. 9 പേര് 10 പേര് എണ്ണി നോക്കിയിട്ടും ഒരാൾ കുറവ് കാണും.
തമ്മില് കരച്ചിലായി, ബഹളം കൂട്ടലായി. ഒരാളെ കാണാനില്ല. ദശമൻ എവിടെ പോയി? ദശമനെ കാണാനില്ല, ബാക്കിയൊക്കെ ഉണ്ട്. ദശമൻ എവിടെ പോയി, ദശമൻ എവിടെ പോയി എന്ന് ഓരോരുത്തരും ചോദിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ ആ വഴിക്ക് മറ്റൊരാള് വന്നു. അയാൾ ചോദിച്ചു, എന്തിനാ കരയണത്? എന്തിനാ ഈ നിലവിളിക്കണത്? എന്തിനാ ഈ ദുഃഖം? ഞങ്ങളിൽ ഒരാളെ കാണാനില്ല. എത്ര പേര് ഉണ്ടായിരുന്നു നിങ്ങൾ? ഞങ്ങൾ 10 പേരുണ്ടായിരുന്നു. ഇപ്പൊ ഒരാളെ കാണാനില്ല. അദ്ദേഹം എണ്ണി നോക്കി 10 ആളും ഉണ്ട്. അപ്പൊ മനസ്സിലായോ, ഇത് സാമാന്യപ്പെട്ട ആളുകളല്ല. അദ്ദേഹം പറഞ്ഞു, ഓരോരുത്തരുടെ അടുത്ത് എണ്ണാൻ പറഞ്ഞു. എല്ലാരും എണ്ണി, അവനവനെ വിട്ടിട്ട് എണ്ണി. നമ്മളൊക്കെ ചെയ്യണത് അതാണ്. നമ്മളുടെ മോഡേൺ സയൻസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബ്ലണ്ടർ അതാണ്. എല്ലാത്തിനെയും ഗവേഷണം ചെയ്യുന്നു. ഗവേഷണം ചെയ്യുന്ന ആളെ വിട്ടുകളയണം. അപ്പൊ എല്ലായിടത്തും അന്വേഷിച്ചു, തന്നെ വിട്ടുകളഞ്ഞു. അപ്പൊ ഇയാള് പറഞ്ഞു, ഒരു കോലെടുത്തു. കോലെടുത്തിട്ട് ഓരോരുത്തരോടും, നീ ഏകഹ പ്രഥമഃ, നീ ദ്വിതീയഃ, നീ തൃതീയഃ, അയം ചതുർത്ഥഃ, അയം പഞ്ചമഃ, അയം സപ്തമഃ, അയം അഷ്ടമഃ, അയം നവമഃ. 10ാമത്തവന് നല്ലൊരു പട കൊടുത്തു. ദശമസ്ത്വമസി, ത്വം ദശമഃ അസി തത്വമസി എന്നാണ്. ആ 10ാമൻ നീ തന്നെ. ദശമസ്ത്വമസി എന്നാണ്. ആ 10ാമനെ തിരിച്ചു കിട്ടി. ഇദ്ദേഹം വലിയ സിദ്ധനാണ്, ഇദ്ദേഹം മഹാത്മാവാണ്. മരിച്ചുപോയ ആള് ഇദ്ദേഹം കൊണ്ടുവന്നു. വെള്ളത്തിൽ നഷ്ടപ്പെട്ടു പോയ ആളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് എല്ലാവരും വീണ് നമസ്കരിച്ചു. അത്രയും. അദ്ദേഹം ചിരിച്ചു കൊണ്ടുപോയി. ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റില്ല എന്നാണ്. 10ാമൻ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു കിട്ടിയതാണോ? ഒന്നുമല്ല. 10ാമൻ ഒരിടത്തും പോയിട്ടില്ല. വിചാരം ചെയ്യുന്ന കാലത്തും, നഷ്ടപ്പെട്ടു എന്ന് ധരിച്ച കാലത്തും, അന്വേഷിക്കണ കാലത്തും, കണ്ടുപിടിച്ച കാലത്തും ഉള്ളതൊന്നു തന്നെ. ദശമൻ ഒരിടത്തും പോയിട്ടില്ല. അതുപോലെ ദശമന്യായം എന്ന് പറയുന്നത് ഇതാണ്. ഗവേഷണാത് പ്രാഗ് ദശമേ വിനഷ്ടേ പശ്ചാത് ച ലബ്ധേ ദശമത്വം ഏകം. അതേപോലെ വിചാരകാലത്തിൽ നമ്മളുടെ അജ്ഞാനം കൊണ്ട് ദ്വൈതമുണ്ട് എന്ന് ധരിച്ചാലും, വിചാരകാലത്തിൽ ഉള്ള പോലെ തോന്നിയാലും വാസ്തവത്തിൽ ഒന്നുമില്ല. സിദ്ധകാലത്തിൽ ഏതൊന്നുണ്ടോ അത് തന്നെയാണ് വിചാരകാലത്തിലും ഉള്ളത്. സിദ്ധസ്ഥിതിയിൽ ഉള്ളത് തന്നെയാണ് വിചാരസ്ഥിതിയിലും ഉള്ളത്. പക്ഷെ വിചാരകാലത്തിൽ നമ്മൾ ഈ 10 പേരെ പോലെ ഇല്ല എന്നും അതിനെ ഒരു സിദ്ധാന്തമാക്കി ചെയ്താലും, എന്തൊക്കെ തന്നെ പറഞ്ഞാലും, ഞങ്ങൾ അന്വേഷിക്കുമ്പോ 10ാമത്തെ ആൾ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയണ പോലെയാണ്. അദ്ദേഹം വന്നിട്ടല്ലേ കിട്ടിയത്, അല്ലെങ്കിൽ കിട്ടില്ലായിരുന്നു എന്ന് പറയണ പോലെയാണ്. അദ്ദേഹം വന്നില്ലെങ്കിലും കിട്ടിയിട്ടുണ്ട്. അതേപോലെ നമ്മൾക്ക് അറിഞ്ഞിട്ടില്ലെങ്കിലും നമ്മളുടെ അജ്ഞാനം കൊണ്ട് നമ്മളൊക്കെ എന്ത് തന്നെ തെറ്റിദ്ധരിച്ചാലും ഉള്ളത് ആ വസ്തു തന്നെ. രണ്ടാമത് ഉണ്ട് എന്ന് ധരിച്ച് നമ്മൾ ഭയപ്പെടുന്നതും വിഷമിക്കുന്നതും രാഗദ്വേഷം ഉണ്ടാക്കുന്നതും അജ്ഞാനം. ഭയം ദ്വിതീയ അഭിനിവേശത സ്യാത്. ഉദരം അന്തരം കുരുതേ അഥ തസ്യ ഭയം ഭവതി. അല്പമെങ്കിലും ഒരു അന്തരം ഉണ്ടെങ്കിൽ ഭയം ഭവതി. അപ്പൊ ഈ അന്തരം എവിടുന്ന് വന്നു? അജ്ഞാനകൃതം ആണ് എന്ന് പറഞ്ഞു. അതാണ് ദശമന്യായം ദ്വൈതം വിചാരേ പരമാർത്ഥബോധേ. ഇനി അടുത്തത് കർമ്മം. ആഗാമി, സഞ്ചിതം, പ്രാരബ്ധം എന്ന 3 കർമ്മങ്ങളെ പറയും. ഈ 3 കർമ്മങ്ങളും ജ്ഞാനത്തിന് ശേഷം പ്രവർത്തിക്കില്ല എന്നാണ്. 3 കർമ്മങ്ങളിൽ 2 കർമ്മങ്ങൾ സ്വരൂപത്തിൽ തന്നെ നഷ്ടമാവുകയും 3ാമത്തെ കർമ്മം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ജ്ഞാനിയെ ബാധിക്കാതിരിക്കുകയും ചെയ്യും. 3 കർമ്മത്തിന് എന്താ ഉദാഹരണം എന്ന് വെച്ചാൽ, ആവനാഴിയിൽ കിടക്കുന്ന അമ്പ്, വില്ലിൽ വെച്ച അമ്പ്, വിസർജനം വിട്ടുകഴിഞ്ഞ അമ്പ്. പ്രാരബ്ധം എന്ന് പറയുന്നത് വിമുക്തമായ അസ്ത്രമാണ്. അതായത് വിട്ടുകഴിഞ്ഞാൽ അതിനെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അതിന്റെ വേഗം അവസാനിക്കണ വരെ അത് പോയിട്ട് വേണം
വീഴുകയോ ലക്ഷ്യത്തിൽ തറയ്ക്കുകയോ ചെയ്യാൻ. പക്ഷെ ആഗാമിയും സഞ്ചിതവും ആവനാഴിയിൽ തന്നെ കത്തിപ്പോകും. എന്നുവെച്ചാൽ ജ്ഞാനം ഉണ്ടാകുമ്പോ കാരണശരീരത്തിൽ കിടക്കുന്ന വാസനയും സൂക്ഷ്മ ശരീരത്തിൽ കിടക്കുന്ന വാസനകളും രണ്ടും ഇല്ലാതാവും. പിന്നെ പ്രാരബ്ധം എന്ന് പറയുന്നത് എന്താ? കാരണശരീരമാണ് ആഗാമി, സൂക്ഷ്മ ശരീരമാണ് സഞ്ചിതം, സ്ഥൂല ശരീരമാണ് പ്രാരബ്ധം. ഈ സ്ഥൂല ശരീരത്തിനെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. കാരണം അത് ഉണ്ടായിക്കഴിഞ്ഞു. അതാണ് വിമുക്ത അസ്ത്രം എന്ന് പറഞ്ഞത്. ഉണ്ടായിക്കഴിഞ്ഞു. അതുകൊണ്ട് സാധാരണ വേദാന്തം സ്ഥൂല ശരീരത്തിൽ പ്രാരബ്ധത്തിനെ അനുഭവിച്ചേ തീർക്കാൻ പറ്റുള്ളൂ എന്നാണ് ചോദ്യത്തിന് മറുപടി. ചോദിക്കുന്ന ആൾക്കുള്ള മറുപടി സ്ഥൂല ശരീരത്തിൽ പ്രാരബ്ധം അനുഭവിച്ച് തന്നെ തീർക്കണം എന്നാണ്. പക്ഷേ അതും സത്യമല്ല. എന്താന്ന് വെച്ചാൽ സ്വപ്ന ശരീരം പോലെ സ്ഥൂല ശരീരം ജ്ഞാനനിഷ്ഠന് വാസ്തവമല്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം 3 കർമ്മവും നഷ്ടമായി. അതാണ് സർവകർമാണി ഭസ്മസാത് കുരുതേ എന്നാണ് ഭഗവാന്റെ വചനം ഗീതയിൽ. ജ്ഞാനാഗ്നി, ജ്ഞാനമാകുന്ന അഗ്നി സർവകർമ്മങ്ങളെയും, അല്ലെങ്കിൽ ആഗാമി സഞ്ചിതം മാത്രമാണെങ്കിൽ കർമ്മണി എന്ന് പറയണം. ഭഗവാൻ കർമാണി എന്ന ബഹുവചനമാണ് പറഞ്ഞിരിക്കുന്നത്, ദ്വിവചനമല്ല. സർവകർമാണി ഭസ്മസാത് കുരുതേ അർജുന. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ. ജ്ഞാനമാകുന്ന അഗ്നി സർവകർമ്മങ്ങളെയും ആഗാമിയും സഞ്ചിതവും പ്രാരബ്ധവും ഭസ്മമാക്കി ചെയ്യും. അപ്പോ 3 കർമ്മങ്ങളും പോകും. അതാണ് അടുത്ത ശ്ലോകത്തിൽ കരോമി കർമ്മേതി നരോ വിജാനൻ ബാധ്യോ ഭവേത് കർമ്മഫലം ച ഭോക്തും. വിചാരധൂതാ ഹൃദി കർത്തൃതാ ചേത് കർമ്മത്രയം നശ്യതി സൈവ മുക്തി. കരോമി കർമ്മ, ഞാൻ കർമ്മം ചെയ്യുന്നു, ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണ്, ഞാനാണ് എല്ലാം ചെയ്യുന്നത് എന്ന് ധരിക്കുമ്പോ ബാധ്യോ ഭവേത് കർമ്മഫലം ച ഭോക്തും. കർമ്മഫലത്തിനെ അനുഭവിച്ചു തീർക്കാൻ ബാധ്യസ്ഥൻ ആയിട്ട് തീരും. ബാധ്യോ ഭവേത് കർമ്മഫലം ച ഭോക്തും. വിചാരധൂത ഹൃദി കർത്തൃത. വിചാരം കൊണ്ട് ഹൃദയത്തിൽ കർത്തൃത്വം, അഹങ്കാരം അവധൂനനം ചെയ്യപ്പെടുമ്പോ, എന്ന് വെച്ചാൽ നീക്കപ്പെടുമ്പോ കർമ്മത്രയം നശ്യതി. പ്രാരബ്ധവും ആഗാമിയും സഞ്ചിതവും ഈ 3 കർമ്മങ്ങളും നശിക്കും. അതിന് ഭഗവാൻ തന്നെ പറയുന്ന ഒരു ഉദാഹരണം, 3 ഭാര്യമാരുള്ള ഒരു പുരുഷൻ, ആ പുരുഷൻ മരിച്ചാൽ 2 പേരെ വിധവകളാകുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? 3 പേരും വിധവകളാകും. അഹങ്കാരമാണ് ഇവിടെ ഭർത്താവ്, ഇതിനെ അനുഭവിക്കുന്ന ഭോക്താവ്. 3 പേരും അനുഭവിപ്പിക്കുന്നവരാണ്. ഈ 3ഉം ഒറ്റ സമയത്ത് തന്നെ ഇല്ലാതാവും. അനുഭവിക്കുന്ന ആള് പോയി കഴിഞ്ഞാൽ, അഹങ്കാരം പോയി കഴിഞ്ഞാൽ, വ്യക്തിബോധം അവിടുന്ന് പോയി കഴിഞ്ഞാൽ കർമ്മത്രയം നശ്യതി സൈവ മുക്തി. 3 കർമ്മങ്ങളും ഇവനെ വിട്ടുപോകും. അത് തന്നെയാണ് മുക്തി എന്ന് പറയുന്നത്. ആ മുക്തി എന്നുള്ള സ്ഥിതിയിൽ ഇനി മുക്തൻ എന്ന് പറയാനും ആരുമില്ല അവിടെ. ബദ്ധത്വഭാവേ സതി മോക്ഷചിന്ത. ബന്ധസ്തു കസ്യേതി വിചാരണേന സിദ്ധേ സ്വയം സ്വാത്മനി നിത്യമുക്തേ ക്വ ബന്ധചിന്ത ക്വച മോക്ഷചിന്ത. ബദ്ധത്വഭാവേ, താൻ ബദ്ധനാണെന്ന് ധരിച്ചിരിക്കുമ്പോ മുക്തി നേടണം, സ്വതന്ത്രനാവണം എന്ന ഉത്കടമായ അഭിലാഷം ഉണ്ടാവണം. സതി മോക്ഷചിന്ത. ബന്ധസ്തു കസ്യ, ഈ ബദ്ധനായിരിക്കുന്നവൻ ആരാണ് എന്ന് വിചാരം ചെയ്ത് തന്റെ യഥാർത്ഥ സ്വരൂപത്തിനെ അറിഞ്ഞാൽ താൻ ഒരിക്കലും ബന്ധത്തിൽ കുടുങ്ങിയിട്ടേയില്ല. സൂര്യന് അന്ധകാരം സത്യമേ അല്ല. ചക്രവർത്തി ഭിക്ഷക്കാരനായി സ്വപ്നം കണ്ടാലും ഒരിക്കലും ഭിക്ഷുവായിട്ടില്ല. അതുപോലെ സിദ്ധേ സ്വയം സ്വാത്മനി, നിത്യവസ്തുവായ ആത്മാവ് സിദ്ധമാകുമ്പോ
ക്വ ബന്ധചിന്ത, പിന്നെ എവിടെ ബന്ധം? ക്വച മോക്ഷചിന്ത, ഇനി എവിടെ മോക്ഷം? ഭാഗവതത്തിൽ ഭഗവാൻ ഉദ്ധവരോട് പറയുന്നുണ്ട്, ബദ്ധോ മുക്തിരിതി വ്യാഖ്യാം ഗുണതോ മേ ന വസ്തുതഃ ഗുണസ്യ മായാമൂലത്വാത് നമേ മോക്ഷോ ന ബന്ധനം. ബന്ധം, മോക്ഷം എന്നുള്ളതൊക്കെ റിലേറ്റീവാണ്. സത്വരജസ്തമോ ഗുണങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ്. ആത്മാവിനത് സത്യമേ ഇല്ല. നമ്മൾക്കാണ് രാത്രിയും പകലും. സൂര്യന് രാത്രിയുമില്ല, പകലുമില്ല. സൂര്യന് ഇരുട്ട് സത്യമേ അല്ല, നിത്യപ്രകാശമാണ് അവിടെ. നമ്മളുടെ മണ്ഡലത്തിലാണ് ഇരുട്ടും വെളിച്ചവും ഒക്കെ. അതുപോലെ ബോധമണ്ഡലത്തിൽ ബന്ധവും മോക്ഷവും രണ്ടും സത്യമല്ല. ഇനിയിപ്പോ ജീവൻ മുക്തിയാണോ വിദേഹമുക്തിയാണോ എന്നൊക്കെ ചോദ്യമുണ്ട്. ശരീരത്തിലിരിക്കുമ്പോ മുക്തിയാണോ? അത്ര രൂപിണീ മുക്തി ഇത് യാദോ, രൂപത്തിൽ ഇരിക്കുമ്പോ തന്നെ ഉള്ള മുക്തിയാണോ? അല്ല ശരീരം വിട്ടിട്ട് വിദേഹം മരിച്ചു കഴിഞ്ഞിട്ടാണോ മുക്തി എന്നൊക്കെ പലരും വാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. രൂപിണി അരൂപിണി ഉഭയാത്മികാച്ച മുക്തി ത്രിരൂപേതി വിദോ വദന്തി. 3 വിധത്തിലും മുക്തി ഉണ്ട് എന്ന് പല ആളുകളും പറയുന്നു. രൂപത്തോടു കൂടിയതും അരൂപത്തോടു കൂടിയതും. ഉരുവം അരുവം ഉരുവരുവം മൂன்றாம் ഒരു മുക്തി എന്നിൽ ഉരൈപ്പൻ ഉരുവം അരുവം ഉരുവരുവമായും അഹന്തൈ ഉരു അഴിതൽ മുക്തി ഉണർ. ഉള്ളത് 40, ഉള്ളത് എന്ന് തുടങ്ങിയിട്ട് അവസാനിക്കുന്നത് ഉണർ എന്നാണ്. ഉള്ളത് ഉണർ. ഈ 40 പാട്ടിന്റെയും 2 എൻഡ് അതാണ്. ആദ്യം ഭഗവാൻ തുടങ്ങുന്നത് ഉള്ളത്, അവസാനത്തെ വാക്ക് ഉണർ എന്നാണ്. സത് എന്ന് തുടങ്ങി ബോധവാനാകൂ എന്നാണ് നിർത്തുന്നത്. ആ സത്തിനെ ബോധവാനാകും. ഇപ്പോ മുക്തി രൂപത്തിലാണോ ഉഭയാത്മികമാണോ അരൂപമാണോ എന്ന് ചോദിക്കുമ്പോ ഭഗവാന്റെ ഉത്തരം വളരെ സ്ട്രെയിറ്റ് ആണ്. രൂപം അരൂപം വിദേഹം സദേഹം ജീവൻ മുക്തി എന്നൊക്കെ പറയുന്ന ആള് ആരാണെന്ന് വിചാരം ചെയ്ത് ആ അഹങ്കാരമില്ലാതാവലാണ് മുക്തി. രൂപിണി അരൂപിണി ഉഭയാത്മികാജ മുക്തി ത്രിരൂപേതി വിദോ വദന്തി ഏതത്രയം ഇതം ത്രയം യാ വിവിനക്തി അഹന്തീഹി. ഇതങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് വിവേചിക്കുന്ന അഹങ്കാരമുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ഡിസ്ക്രിമിനേഷനൊക്കെ എവിടെയാ ഉണ്ടാവുന്നത്? വെറും ബ്രെയിൻ അല്ലേ, സെറിബ്രേഷൻ അല്ലേ. ആ സെറിബ്രേഷൻ അടങ്ങി നിശ്ചിന്തമായി ശാന്തമായി ഇരിക്കലാണ് മുക്തി. ജീവൻ മുക്തിർ വിശിഷ്ട ബത വിഗത വപുർ മുക്തിരിഷ്ടേതി പൃഷ്ട സുസ്പഷ്ടം യോ അന്വഗൃഹാത് ഉഭയമഭി മൃഷ സാധിത സാന്തതത്വാത് മോഹാപായോപലക്ഷ്യ മുക്തിരാത്മൈവ നാന്യാ പൂർണ്ണാനന്ദോപദേശോ ദിശി വിദിശി സദാ മംഗളം ദേദിശീതു. അഖണ്ഡാനന്ദ സ്വാമിയുടെ ഒരു ശ്ലോകമാണ്. ജീവൻ മുക്തിയാണോ ശ്രേഷ്ഠം വിദേഹമുക്തിയാണെന്ന് സദ്ഗുരുവിനോട് ചോദിച്ചു എന്നാണ്. ജീവൻ മുക്തിർ വിശിഷ്ട ബത വിഗതവപുഹു മുക്തിരിഷ്ടേതി പൃഷ്ട സുസ്പഷ്ടം യോ അന്വഗൃഹാത്. സ്പഷ്ടമായും അനുഗ്രഹിച്ചു. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഉഭയമഭി മൃഷ, രണ്ടും കള്ളമാണ്. കാരണം സാധിതാസാന്തതത്വാത്, ആദിയും അന്തവും ഉള്ളതുകൊണ്ട് എന്നാണ്. എന്നുവെച്ചാൽ ജീവൻ മുക്തി ഇല്ലാത്തൊരു സമയം പിന്നെ മുക്തനാവുന്ന സമയം, വിദേഹമുക്തി ഇല്ലാത്ത സമയം പിന്നെ മുക്തനാവുന്ന സമയം. അജ്ഞാനം അങ്ങോട്ട് നീങ്ങിയാൽ ഇപ്പൊ കറുത്ത സൂര്യൻ പിന്നെ പ്രകാശമാനമായ സൂര്യൻ എന്ന് മേഘം മറച്ചിട്ട് മേഘം പോകുമ്പോ നമ്മൾ പറയും സൂര്യൻ ഒരിക്കലും കറുത്തിട്ടില്ല. സൂര്യനെ മറയ്ക്കാൻ മേഘത്തിന് സാധ്യമല്ല. മേഘമുണ്ട് എന്നുപോലും നമ്മൾ അറിഞ്ഞത് സൂര്യപ്രകാശം കൊണ്ടാണ്. അല്ലെങ്കിൽ മേഘമുണ്ടെന്ന് പോലും അറിയാൻ പറ്റില്ല. മേഘം നമ്മളുടെ കണ്ണിനെ മാത്രമാണ് മറച്ചത്. മേഘം നീങ്ങിയാൽ സൂര്യന്റെ പ്രകാശം എപ്പോഴും ഉണ്ട് എന്നറിയുന്ന പോലെ മോഹാപായോപലക്ഷ്യ, മോഹം നീങ്ങിയാൽ മുക്തി ആത്മൈവ, ആത്മാവിന്റെ സ്വരൂപമാണ് മുക്തി. നമ്മളുടെ സ്വസ്വരൂപമാണ് മുക്തി. അവിദ്യ നീങ്ങിയാൽ അജ്ഞാനം നീങ്ങിയാൽ സ്വസ്വരൂപം തന്നെ മുക്തി എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു സദ്ഗുരു എന്നാണ്. അതാണ് അവസാനത്തെ ശ്ലോകത്തിലും ആ അനുഗ്രഹമാണ് ഭഗവാൻ ഇവിടെ തരുന്നത്.
രൂപിണി അരൂപിണി ഉഭയാത്മികാച മുക്തിസ്ത്രിരൂപേതി വദോ വദന്തി ഇദം ത്രയം യാ വിവിനക്തി അഹന്ധീഹി തസ്യാഹ് പ്രണാശഃ പരമാർത്ഥമുക്തി. ഈ അഹങ്കാരത്തിന്റെ സമ്പൂർണ്ണ നാശം ആണ് പരമാർത്ഥമായ പാരമാർത്ഥികമായ മുക്തി. ഇത്രയും പറഞ്ഞ് ഈ ഗ്രന്ഥത്തിനെ പൂർത്തി ചെയ്യാണ്. സദ്ദർശനം ദ്രാവിഡവാങ്നിബദ്ധം മഹർഷിണ ശ്രീരമണേന ശുദ്ധം പ്രബന്ധം ഉത്കൃഷ്ടം അമർത്യവാണ്യാം അനൂദ്യ വാസിഷ്ഠമുനി വ്യതാനീത്. സത്തത്വസാരം സരളം ദധാനാം മുമുക്ഷുലോകായ മുദം ദധാനാം അമാനുഷശ്രീരമണീയവാണി മയൂഖഭിത്തി മുനിവാഗ് വിഭാതി. അദ്ഭുതമായ 2 ശ്ലോകങ്ങൾ അവസാനം മുനിയുടെ കാവ്യകണ്ഠകനവതി മുനിയുടെ ശ്ലോകങ്ങളാണ്. സദ്ദർശനം ദ്രാവിഡവാങ് നിബദ്ധം. ദ്രാവിഡ വാക്ക് എന്ന് വെച്ചാൽ തമിഴ് ഭാഷയിൽ എഴുതപ്പെട്ട ഉള്ളത് 40 എന്ന സദ്ദർശനം മഹർഷിണ ശ്രീരമണേന ശുദ്ധം. ശ്രീരമണ മഹർഷിയാൽ അതിപവിത്രമായി എഴുതപ്പെട്ട ആ ഗ്രന്ഥം പ്രബന്ധം. ആ പ്രബന്ധം ഉത്കൃഷ്ടം, ഉത്കൃഷ്ടമായ ആ പ്രബന്ധത്തിനെ അമർത്യവാണ്യാം, അമർത്യവാണി എന്ന് വെച്ചാൽ ദേവന്മാരുടെ വാണിയായ സംസ്കൃതത്തിൽ അനൂദ്യ വാസിഷ്ഠമുനി, വസിഷ്ഠ കുലജാതനായ കാവ്യകണ്ഠ ഗണപതി മുനി വ്യതാനീത് സംസ്കൃത ഭാഷയിലാക്കി ചെയ്തു, വിവർത്തനം ചെയ്തു. വ്യതാനീത് വിരചിതവാൻ. ഈ സദ്ദർശനത്തിന്റെ ഭാവം എന്താണ് എന്ന് വെച്ചാൽ സത് തത്വസാരം സരളം ദധാനാം. ഉള്ള വസ്തുവിന്റെ, ആത്മാവിന്റെ സ്വരൂപത്തിന്റെ അനുഭൂതിയെ, സാരം എന്ന് വെച്ചാൽ അനുഭൂതിയെ സരളം ദധാന, സരളമായി ലളിതമായി തരുന്നതും, മുമുക്ഷുലോകായ മുക്തി ഇച്ഛിക്കുന്ന മുമുക്ഷുക്കൾക്ക് മുദം ദധാന ആനന്ദത്തിനെ തരുന്നതും, അമാനുഷശ്രീരമണീയവാണി മാനുഷം അല്ലാത്തത്, അമാനുഷം അലൗകികം എന്നർത്ഥം. അലൗകികമായ പാരമാർത്ഥികമായ ദൈവികമായ ശ്രീരമണീയവാണി, ദിവ്യമായ ഈ വാണി, മുനിയുടെ വാക്കുകൾ മയൂഖഭിത്തി. മയൂഖഭിത്തി എന്ന് വെച്ചാൽ കണ്ണാടി ചുമര്, കണ്ണാടി കൊണ്ടുണ്ടാക്കിയ ചുമര് എങ്ങനെ എതിർഭാഗത്തുള്ളതിനെ പ്രതിഫലിക്കുവോ അതുപോലെ തമിഴിലുള്ള ആ ഗ്രന്ഥത്തിനെ ഇവിടെ വെച്ചാൽ സംസ്കൃതത്തിലുള്ള സദ്ദർശനം എന്ന ഗ്രന്ഥം മയൂഖഭിത്തിയാണ്. ഈ തമിഴിലുള്ളതിനെ അതേപോലെ പ്രതിഫലിപ്പിക്കുന്ന സംസ്കൃത ഗ്രന്ഥമാണ് ഈ സദ്ദർശനം. മയൂഖഭിത്തി മുനിവാക് വിഭാതി. മുനിയുടെ വാക്ക് തമിഴിലുള്ള സദ്ദർശനത്തിന് ഉള്ളത് 40 സംസ്കൃതത്തിലുള്ള സദ്ദർശനമായി പ്രതിഫലിച്ചു എന്ന് പറഞ്ഞ് ഈ ഗ്രന്ഥത്തിനെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി. ഹര നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ.